ആഹ് ഇന്നലെ നമ്മള് ബേസിക് ആയിട്ട് നമുക്ക് ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ സിലബസിലേക്ക് കടക്കുവാണ്. നമ്മൾ സ്റ്റോൺ ഏജ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്ന ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവുകയോ കട്ട് ആവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അപ്പം മൈക്ക് ഓൺ ചെയ്ത് പറയണേ. ഞാൻ പെട്ടെന്ന് ചാറ്റ് കാണുന്നില്ല. അഗെയിൻ ഇന്നത്തെ പോലെ ഇന്നും ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഡിസ്ട്രാക്ഷൻ ഇപ്പൊ വരും. സൗണ്ട് ചെറുതായിട്ട് എങ്ങാനും വരുവാണെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രം. ഓക്കെ, സോ സ്റ്റോൺ ഏജ് ആണ് നമ്മൾ പറയുന്നത്. സ്റ്റോൺ ഏജിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും സ്റ്റോൺ ഏജിന് 3 ഫേസസ് ഉണ്ട്. അത് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെക്കൻഡ്, സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ 3 കാലഘട്ടം. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ മാറുന്നത് കാണുന്നില്ലേ? Yes, ma'am. സ്റ്റോൺ ഏജില് നമുക്ക് 3 ഫേസസ്, പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. അതിന് മുൻപ് എന്തുകൊണ്ട് ഇതിന് സ്റ്റോൺ ഏജ് എന്നൊരു പേര് വരുന്നത്, എന്തിനാ ഇങ്ങനെ ഫേസസ് ആവുന്നത് എന്നുള്ളത് നമുക്ക് ജനറലി ഒന്ന് പറഞ്ഞിട്ട് വരാം. സ്റ്റോൺ ഏജ് പേര് പോലെ തന്നെ കല്ലുകള് മനുഷ്യൻ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യന്റെ ആ ഒരു പൂർവ്വ ഫേസ്, ഞാൻ പറയുന്നത് സ്പീഷീസ് അല്ല, അല്ലാതെ തന്നെ ഹോമോസാപ്പിയൻ കാറ്റഗറിയിലുള്ള ആളുകള് കല്ലുകൾ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഉപയോഗിക്കുകയാണ്. കാരണം അന്ന് ഇന്നത്തെ പോലെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് അല്ല. അപ്പൊ അവരുടെ മാക്സിമം ടെക്നോളജി എന്ന് പറയുന്നത് ഈ കല്ലുകൾ വിവിധ ഷേപ്പിൽ ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഈസ് ചെയ്യാം, കുറച്ചുകൂടി സിമ്പിൾ ആക്കുക, അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുക, ടൈം സേവ് ചെയ്യുക. ടൈം സേവ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ഒരു കോൺസെപ്റ്റ് അല്ല, പക്ഷെ ഈസി ആക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ടും. പിന്നെ അവർക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരം ടൂൾസ് പല രീതിയിൽ യൂസ് ചെയ്യണം. അതെങ്ങനെയൊക്കെ, അത് എവിടെയൊക്കെ, ഏതൊക്കെ കാലഘട്ടത്തില് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് ചിലപ്പോൾ ചില ജിയോളജിക്കൽ ഏജിന്റെ ബേസിൽ ഈ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആഹ് എങ്ങനത്തെ സ്റ്റോൺ ടൂൾസ് ആണ്, ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ടെക്നോളജി ഒന്നും അല്ല. ചിലപ്പോ ഒന്ന് ചെത്തി മിനുക്കിയതായിരിക്കാം, ചിലപ്പോ ഒന്ന് പരന്നു കിടക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നീളത്തിലായിരിക്കാം, വട്ടത്തിലായിരിക്കാം, ത്രികോണത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുടെയും ബേസിലാണ് ഈ ഒരു ഏജ് വരുന്നത്. സോ ഈ സ്റ്റോൺ ഏജിൽ തന്നെ ഒരു ദിവസം ഒരു ഫൈൻ മോർണിംഗിൽ പാലിയോലിത്തിക് ഏജ് ആവുകയും കുറേ ഒരു ദശലക്ഷങ്ങൾ അല്ലെങ്കിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് ഒരു ഫൈൻ മോർണിംഗിൽ മെസോലിത്തിക് ഏജ് വരുന്നു. അങ്ങനെയല്ല. അതായത് നമ്മളിപ്പോ 2024 2025 എത്തുന്നത് എങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അതായി, അങ്ങനെയല്ല ഈ ഒരു ഫേസ് വരുന്നത്. ഇത് വളരെ ഗ്രാജുവൽ ആയിട്ട് ചിലപ്പോഴ് ഒരു ലോകത്തിന്റെ ഒരു ഭാഗത്ത് പാലിയോലിത്തിക്കിന്റെ ലാസ്റ്റ് ഫേസ് എത്തി നിൽക്കുമ്പോൾ വേറൊരിടത്ത് ചിലപ്പോൾ മെസോലിത്തിക് തുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ മെസോലിത്തിക്കിന്റെ പകുതി ഫേസിൽ എത്തിയിട്ടുണ്ടാവും. അത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം നിങ്ങൾ ചിന്തിക്കാം. സോ ഇന്ന് ഇന്ത്യ എങ്ങനെയാണ്? ഇന്ത്യ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. എന്നാൽ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളും ഇപ്പൊ നമ്മുടെ ലോകത്തിലുണ്ട്. അതായത് അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, അല്ലെങ്കിൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളുണ്ട്. അതായത് ഇന്ത്യയെക്കാളും എത്രയോ പിറകില് ഒരുപാട് ഡെവലപ്മെന്റ് ഇനിയും ആവശ്യമുള്ള രാജ്യങ്ങളുണ്ട്. ഇനി ഇന്ത്യ തന്നെ നമ്മൾ നോക്കുന്നത്, ഏത് നമ്മൾ ഈ പറഞ്ഞ ഫാസ്റ്റ് ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞ ഹോൾ സ്കെയിലിൽ കണ്ട ആ രാജ്യത്തിൽ തന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ യൂണിയൻ ടെറിട്ടറീസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിലും കുറേ വ്യത്യസ്തതകൾ കാണാം. ഡെവലപ്മെന്റിന്റെ കേസിലായിക്കോട്ടെ, ജോഗ്രഫിയുടെ കേസിലായിക്കോട്ടെ, കൾച്ചറിന്റെ കേസിലായിക്കോട്ടെ. ഇനിയിപ്പോ ഈ ഡെവലപ്ഡ് കൺട്രീസ് തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കും. ഇപ്പം യൂറോപ്യൻ കൺട്രീസിലെ സ്കാൻഡിനേവിയ ഒക്കെ ആണെങ്കിൽ അവർക്ക് വേറെ ഒരു പെർട്ടിക്കുലർ, അവർ എത്ര ഡെവലപ്ഡ് ആണെങ്കിൽ അവർക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു യുണീക് കൾച്ചർ അവർ കീപ്പ് ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ കൾച്ചർ അല്ലാതെ ഒരുപാട് പേര് വന്നു ചേർന്ന് ബിൽഡ് ചെയ്തുണ്ടാക്കിയ കൺട്രിയാണ് USA, അല്ലെ? അപ്പൊ അതുപോലെയൊക്കെ ഉള്ള ഒരു ഒരേ കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിലും വിവിധ തരത്തിലുള്ള സ്റ്റോൺ ഏജ് ഫേസസ് വന്നിട്ടുണ്ട്. എങ്ങനെ വന്നാലും ആദ്യം വരുന്നത് പാലിയോലിത്തിക് ആണ്, അതിന്റെ അഡ്വാൻസ്ഡ് ആണ് മെസോലിത്തിക്, അതിലും അഡ്വാൻസ്ഡ് ആണ് നിയോലിത്തിക്. അതും കഴിഞ്ഞ് ഇതിന്റെ കൂടെ കോപ്പറും കൂടെ വരുമ്പോഴാണ് ചാൽക്കോലിത്തിക് ഏജ്. ഇത്രയും നിങ്ങൾ ഓർക്കുക. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടാവും, ബേസ് ആയിരിക്കും.
പക്ഷെ സ്വതവേ ഈ ഒരു ഭാഗം കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. സോ പാലിയോലിത്തിക്കിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പീരിയഡ് ആണത്. അതാണ് ഇതിലെ ഏറ്റവും ലോങ്സ്റ്റ് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് പീരീഡ് പാലിയോലിത്തിക് ആണ്. സോ പാലിയോലിത്തിക്കിൽ തന്നെ 3 ഫേസസ് ഉണ്ട്: ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക്. ഇത് ഓരോന്നിനും സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറിന് സ്വതവേ നമ്മൾ നോക്കുമ്പോൾ അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ആ ഡിവിഷനും ലോവർ, മിഡിൽ ആൻഡ് അപ്പറിന് അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അത് ഡിവൈഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഏകദേശം ഇന്ത്യയിൽ ഉണ്ടായ ഒരു കാലം, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ആ ഒരു പീരീഡ് വന്നത് എന്നുള്ളൊരു കാലപ്പഴക്കം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എവിടെ തുടങ്ങുന്നു എന്നുള്ളത് നോക്കുക. അതുപോലെ അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്ന ലാസ്റ്റ് ഫേസ് ഓഫ് പാലിയോലിത്തിക് ഏകദേശം 10,000 BC വരെ നിലനിന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഓർക്കുക. എന്നാൽ ഈ 10,000 BC ചിലയിടങ്ങളിൽ ചിലപ്പോൾ മെസോലിത്തിക് തുടങ്ങിയിട്ടുണ്ടാകും, അത് പ്രശ്നമില്ല. പക്ഷെ ഈ പാലിയോലിത്തിക് എവിടെയെങ്കിലും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് എവിടെ വരെ എക്സിസ്റ്റ് ചെയ്തു, ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടൂൾ മാത്രം ആളുകൾ യൂസ് ചെയ്തത് എത്ര വരെയാണ്, ആ ഒരു കൈൻഡ് ഓഫ് ലിവിങ് കീപ്പ് ചെയ്തത് എത്രയും കാലം വരെയാണ്, അത് പാലിയോലിത്തിക് തന്നെയാണ്. നമുക്ക് ഓരോ പീരീഡ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് പറഞ്ഞേ ഉള്ളൂ. ഈ 3 കാറ്റഗറി നമുക്ക് പഠിക്കേണ്ടി വരുന്നുണ്ട്. കാരണം എക്സാമിന് ഇപ്പം സാധാരണ നമ്മൾ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് പറയാറാണ്. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണം. പാലിയോലിത്തിക്കിന്റെ ഈ 3 ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിക്കണം. ഞാൻ മുൻപ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഓർക്കുക. ഓരോ സൈറ്റിലും ഈ ഡേറ്റിൽ വേരിയേഷൻ ഉണ്ട്. അതായത് ഒരിടത്ത് ചിലപ്പോൾ ലോവർ പാലിയോലിത്തിക്കിൽ നിൽക്കുകയാണെങ്കിൽ പാലിയോലിത്തിക് ഏജിൽ തന്നെ അതേ സമയത്ത് മറ്റൊരിടത്ത് ചിലപ്പോൾ അവർ മിഡിൽ പാലിയോലിത്തിക്കിൽ എത്തി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും. വേറൊരു സ്ഥലത്ത് ചിലപ്പോൾ അപ്പർ പാലിയോലിത്തിക്കിൽ എത്തി നിൽക്കുന്നുണ്ടാവും. അത് അവർ യൂസ് ചെയ്യുന്ന സ്റ്റോൺസും അവർ എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ, ആ ടെക്നോളജി അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതുമാണ് അതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. സോ പാലിയോ എന്ന് പറയുന്ന വാക്ക് ജനറലി ഓൾഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ഇന്നലെ നമ്മൾ പാലിയന്തോളജി പറഞ്ഞു, പാലിയോഗ്രാഫി പറഞ്ഞു. അതിന്റെയൊക്കെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഓൾഡ് എന്നുള്ളതാണ്. ലിത്ത് എന്നുള്ളത് സ്റ്റോൺ എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഇസ് ഓൾഡ് സ്റ്റോൺ ഏജ്. സോ ഇന്ത്യയില് ആദ്യമായി മനുഷ്യന്റെ ഹാബിറ്റേഷൻ നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഏർലിയസ്റ്റ് പീരിയഡ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ആണ്. അപ്പൊ അത്രയും കാലം ഇവിടെ മനുഷ്യൻ ഇല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞു പല സ്പീഷീസും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ആ ഒരു ഹോമോസാപ്പിയൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളെയാണ് ഈ മനുഷ്യൻ എന്നുള്ള പറയുന്നത്. അങ്ങനെയുള്ളവരാണ്. അതിന് മുൻപുള്ള ആളുകളെ നമ്മൾ പറഞ്ഞു ഇന്നലെ, പലയിടങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ സ്കള്ളും കാര്യങ്ങളൊക്കെ കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ചെറുതായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. സോ ഈ കാലഘട്ടത്തിൽ ആളുകൾ പ്രധാനമായി ഉപയോഗിച്ചത് സ്റ്റോൺ ആണ്, ഞാൻ മുൻപ് പറഞ്ഞു. അതിന്റെ കൂടെ വുഡ്, ബോൺ, അതുപോലെ ആൻഡ്ലർ ടൂൾസ്. ആൻഡ്ലർ എന്ന് പറയുന്നത് ഈ മാന്റെ അങ്ങനെയുള്ള കൊമ്പുകളെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ടൂൾസ് ഒക്കെയാണ് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. ഈ സ്റ്റോൺസിനെ തന്നെ നമ്മൾ 2 ടൈപ്പായിട്ട് പറയും പാലിയോലിത്തിക്കില്. ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. ഞാൻ പറയുന്നത് അതല്ല. ഒരു സ്റ്റോൺ എടുത്തിട്ട് അതിനെ ടൂളാക്കി മാറ്റുന്നതിനിടയിൽ അവർ അതിനെ ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ പൊട്ടിച്ചിട്ട് കിട്ടുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ഇത് സയന്റിഫിക്കലി പറയുമ്പോൾ അത് അത്രയും കറക്റ്റ് ആവണമെന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു കല്ലെടുത്ത് പൊട്ടിച്ച് 2 കഷ്ണാക്കുമ്പോഴും കിട്ടുന്ന ലാർജസ്റ്റ് പീസ്, കുറച്ചുകൂടെ പരന്നു വരുന്ന ആ ഒരു കുറച്ചുകൂടി ഉരുണ്ട് വരുന്ന ആ ഒരു ഭാഗം, അധികം വലുപ്പത്തോടു കൂടെ വരുന്നതിന് നമ്മൾ കോർ ടൂൾ എന്നും, കുറച്ചുകൂടെ സ്മോളറായി പരന്നു കിടക്കുന്ന കുറച്ചുകൂടി ഷാർപ്പണായി വരുന്നതിന് ഫ്ലേക്ക് എന്നുമാണ് സ്വതവേ പറയാറുള്ളത്. കോർ ആൻഡ് ഫ്ലേക്ക് ടൂൾസ് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് കൈൻഡ് ഓഫ് കാറ്റഗറി ഓഫ് ടൂൾസിന്റെ പേര് പഠിക്കണം. ഇത് കിട്ടിയ പ്ലേസസ് പഠിക്കാനുണ്ടാകും. അപ്പൊ അതൊന്ന് നിങ്ങൾ മെന്റലി റെഡി ആയിരിക്കും. സോ ആളുകൾ
ഇന്നത്തെ പോലെ വീട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലുള്ള പോലെ ഗുഹയൊന്നും ഫുൾ ടൈം കിട്ടണം എന്നില്ല. ഓപ്പൺ എയർ സെറ്റിൽമെന്റ്സ് പോലും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കേവ് സെറ്റിൽമെന്റ്സും ഉണ്ട്. അത്തരത്തില് പാലിയോലിത്തിക്കിന്റെയും പിൽക്കാലഘട്ടങ്ങളിൽ വന്ന പല ഏജസിന്റെയും കേവ് സെറ്റിൽമെന്റ്സിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മധ്യപ്രദേശിലെ ഭിംബെട്ക. ആ പേര് ഇപ്പൊ തന്നെ പഠിക്കണം. മധ്യപ്രദേശിലെ ഭിംബെട്ക കേവ് സെറ്റിൽമെന്റ്സിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പാലിയോലിത്തിക്കിന്റെ കേസിൽ ഭിംബെട്കയിൽ നിന്ന് ഉള്ള കേവ് സെറ്റിൽമെന്റ്സ് നിന്ന് പാലിയോലിത്തിക്കിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇന്നലെ പറഞ്ഞ രണ്ട് പേരുകളാണ് ഞാൻ ഇന്നലെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഹോമിനിഡ്സ്, മനുഷ്യന്റെ പൂർവികമായിട്ടുള്ള ആ ഒരു രൂപത്തിന്റെ രണ്ട് എവിഡൻസ്, അവരുടെ റിമെയിൻസ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ പേര് ശിവാപിത്തക്കസും രാമാപിത്തക്കസും ആയിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശിവാലിക്കിൽ നിന്നാണ് ഇവരെ ലഭിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ, ഇന്ത്യ ആ ഒരു ശിവാലിക് റേഞ്ചസിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു പോയിന്റ് അതിന്റെ കൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാമാപിത്തക്കസും ശിവാപിത്തക്കസും കൂടെ വരുമ്പോൾ ഒരു ബ്രഹ്മപിത്തക്കസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഗോഡ് എയ്ഡ്സ് ഓഫ് ശിവാലിക് എന്നുള്ളൊരു പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും ഇതുവരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇനി ചോദിച്ചുകൂടായികയില്ല. അതുകൊണ്ട് ആ പേരൊന്ന് ഓർത്ത് വെക്കുക. ബ്രഹ്മപിത്തക്കസും കൂടെ ആഡ് ആവുമ്പോൾ ഗോഡ് എയ്ഡ്സ് ഓഫ് ശിവാലിക് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പാലിയോലിത്തിക്കിന്റെ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ, നമ്മൾ ഇന്നലെ ഹത്നോരയിൽ വെച്ചിട്ട് ഒരു ഹോമിനിഡ് ഫോസിൽ കിട്ടിയ കാര്യം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അത് നർമ്മദ വാലിയിലാണ് കിട്ടിയതെന്നും നമ്മൾ പറഞ്ഞു. അത് അരുൺ സുനാക്കിയ എന്ന് പറയുന്ന ഒരാളാണ് ഇത് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ ലഭിച്ചിട്ടുള്ളതിൽ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോസിലാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. എന്റെ ഊഹം ശരിയാണ്, ഓർമ്മ ശരിയാണ്, ഏകദേശം ഇത് നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ ഇതിങ്ങനെ പോയിന്റ് ആയി കൊണ്ടുവന്നത്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. നർമ്മദ വാലിയിൽ ഹത്നോര, അവിടെ പാലിയോലിത്തിക് അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഹ്യൂമൻ ഫോസിൽ ലഭിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അച്യൂലിയൻ ടൂൾസും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എന്താണ് ഈ അച്യൂലിയൻ ടൂൾസ്? ഇതും പണ്ട് നെറ്റിന് ചോദിച്ചൊരു സാധനം, അതാ ഞാൻ അതും കൂടെ ആഡ് ചെയ്തത്. ഇത് ബേസിക്കലി ഒന്നുമില്ല, ലോവർ പാലിയോലിത്തിക് പീരിയഡില് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു ടൂൾ വിഭാഗം മാത്രമാണ്. അവിടെ അസംബ്ലേജ് ഓഫ് ടൂൾ, കുറെ സ്റ്റോൺ ടൂൾസിന്റെ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് അച്യൂലിയൻ ടൂൾസ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കാലം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ വേറെ ഒരാളെ ഇത്തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതാരാന്ന് ഞാൻ പറയാം. അപ്പം അത് പറയാൻ മാത്രമല്ല, പാലിയോലിത്തിക്കിലെ പാർട്ടാണ് അച്യൂലിയൻ ടൂൾസ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അത് ലോവർ പാലിയോലിത്തിക്കും അതിനുശേഷം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കണം. കാരണം ഇത്തവണത്തെ എക്സാമിൽ ഇതുപോലത്തെ ഒരു അസംബ്ലേജ് ഓഫ് സ്റ്റോൺ ടൂൾസിനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു സെറ്റിനെയാണ് ചോദിച്ചത്. അത് ഏത് പാലിയോലിത്തിക്ക് തന്നെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആ, ചോദ്യം ഉത്തരം അറിയെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതാം. പക്ഷെ ആ ക്വസ്റ്റ്യൻ വാസ് കൈൻഡ് ഓഫ് കുറച്ച് ടഫ് ആണ്. അപ്പോൾ നമുക്ക് ഇതും പഠിച്ചിരിക്കണം. പതുക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ ഈ 4 കാറ്റഗറിയും. പക്ഷെ പറയുന്നത് നിങ്ങൾ അപ്പൊ പഠിച്ചു പോയില്ലെങ്കിൽ അത് പിന്നീട് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മളിപ്പം പാലിയോലിത്തിക്കിന്റെ കാറ്റഗറീസ് ആണ് പറയുന്നത്. അതിൽ ലോവർ പാലിയോലിത്തിക്കിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. സോറി, നമ്മൾ പാലിയോലിത്തിക്കിന്റെ ജനറൽ കാറ്റഗറിയിലാണ്. നമ്മൾ ലോവർ പാലിയോലിത്തിക്കിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ പാലിയോലിത്തിക്കില് പ്രധാനമായിട്ടും ചില ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമല്ലോ ഓരോ ഈ ഓരോ സെറ്റിൽമെന്റ്സും. കാരണം അതിന്റെ ജോഗ്രഫിയും കാര്യങ്ങളും ആളുകൾക്ക് താമസിക്കാൻ ഇന്നത്തെ പോലെ എല്ലാ കാലഘട്ടത്തിലും ജോഗ്രഫി അനുയോജ്യമായിട്ടില്ലായിരുന്നു. അപ്പൊ ചില ഭാഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വരുന്ന ഭാഗങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് ഗ്രേറ്റർ ആൻഡ് ലെസർ ഹിമാലയൻ റീജിയൻ, ശിവാലിക്കിന്റെ അഡ്ജോയിനിങ്സ് വരും, പിന്നെ ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ, പെൻസുലാർ ഇന്ത്യ. ഇത്രയും ഭാഗങ്ങളിലാണ് പാലിയോലിത്തിക് ജനറലി വരുന്നത്. ഒരു ഫസ്റ്റ് പാലിയോലിത്തിക് ടൂൾ എന്നുള്ള രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ഹാൻഡ് ആക്സ് ആണ്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് മദ്രാസിലെ പല്ലവാരം എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഇതും നെറ്റിന് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാലിയോലിത്തിക് ടൂൾ ഒരു ഹാൻഡ് ആക്സ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ. അത് മദ്രാസിലെ പല്ലവാരം, മദ്രാസ് എന്ന് പറഞ്ഞാൽ ചെന്നൈ,
അവിടുത്തെ പല്ലവാരം എന്ന് പറയുന്ന ഒരു പ്ലേസിലാണത് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇതേ സൈറ്റിൽ നിന്ന് പല്ലവരത്ത് നിന്ന് ഹ്യൂമൻ വർക്ക്മാൻഷിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സോ എന്താണ് ഈ വർക്ക്മാൻഷിപ്പ്? ഇന്നത്തെ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യേണ്ട. വർക്ക്മാൻഷിപ്പ്, വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള പല വാക്കുകളും നിങ്ങൾ ഈ ഒരു സ്റ്റോൺ ഏജ് പഠിക്കുമ്പോൾ കാണും. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിംപ്ലി കുറെ സ്റ്റോൺസ് കൂട്ടി വെച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. ആളുകള് സ്റ്റോൺ ഉണ്ടാക്കുന്ന ഒരു സ്ഥലങ്ങളായിരിക്കും സ്വതവേ. ഈ വെപ്പൺസ് ഉണ്ടാക്കാൻ അവരതിനെ ട്രെയിൻ ചെയ്തതോ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയതോ അതിന്റെ ബാക്കി വരുന്ന റിമെയിൻസും ഈ കുറെ സ്റ്റോൺ ടൂൾസും എല്ലാം കൂടെ കണ്ടെത്തുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ വർക്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ വാക്ക് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്തിട്ട് ആരും കൺഫ്യൂസ്ഡ് ആവരുത്. സിംപ്ലി ഇത് ഇത്രയും മീനിങ് ഉള്ളൂ. കുറച്ച് സ്റ്റോൺ ടൂൾസ് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം, അല്ലെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ മാനുഫാക്ചറിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം. ഒരു ചെറിയ സ്ഥലമായിരിക്കും. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ 2ഉം 3ഉം നിലകളുള്ള കെട്ടിടമൊന്നും അല്ല. ഒരു അവർ താമസിച്ച സ്ഥലത്തിന്റെ ഒരു ചെറിയ ഏരിയയിൽ 2-3 ആളുകൾ കൂടി ഇരുന്നിട്ട് അവരെന്തെങ്കിലും വർക്ക് ചെയ്ത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അത്രേ അതുള്ളൂ. സോ അങ്ങനെ ഒരു സ്ഥലം പല്ലവാരത്ത് കണ്ടിട്ടുണ്ട്, മദ്രാസിൽ. ഇനി അടുത്തതും നമുക്ക് സ്ഥിരമായി നെറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതും ആഡ് ചെയ്തത്. ഒരു കുഞ്ഞിന്റെ ബേബീസിന്റെ ഒരു സ്കൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം വിഴുപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട്ടില്. അവിടെയാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. എക്സാക്ട് പ്ലേസ് ഒഡൈ ആണ്. ഒഡൈ ഓർ ഒഡൈ എന്നൊക്കെ പറയുന്ന ഒരു പ്ലേസ് ആണ്. ആ 4 അക്ഷരങ്ങൾ തീർച്ചയായും ഓർത്ത് വെക്കണം. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് റിട്ടേൺ എക്സാമിന് മാത്രമല്ല ASIയുടെ ഇന്റർവ്യൂവിനൊക്കെ അവർ ചോദിച്ച ക്വസ്റ്റ്യനിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എൻട്രൻസ് ഉണ്ട് നമ്മള് PG ഡിപ്ലോമ കോഴ്സിന്. സോ അതിന്റെ ഇന്റർവ്യൂവിനടക്കം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇതൊരു K രാജൻ എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് ആ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂല്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഹ്യൂമൻ മാൻഡിബിൾസ് കണ്ടെത്തിയതാണ്. ഇങ്ങനെയുള്ള കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. കുറച്ച് റോയാണ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് പഠിക്കുക തന്നെ വേണം. ഓക്കെ. 2 ഹ്യൂമൻ മാൻഡിബിൾസ് കണ്ടെത്തിയിട്ടുണ്ട്, ഒരു അഡൽട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഹോമോസാപ്പിയൻസിൻ്റെത്. അത് പൂനെയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്, മുല്ലമുത്ത റിവർ ബേസിൽ. HD സംഘലിയെയും SN രാജഗുരു ആണ് കണ്ടെത്തിയത്. ഇതിലെ മൊത്തം പോയിന്റ്, ഈ പറയുന്ന മൊത്തം പോയിന്റും പഠിക്കാൻ പറ്റൂലെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. മാൻഡിബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജോ ബോൺ ആണ്, നമ്മുടെ താടിയിലെ ഭാഗമാണ്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമല്ലേ മുഖത്തില്, ആ ഭാഗമാണ് ഈ മാൻഡിബിൾസ് എന്ന് പറയുന്നത്. അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. പൂനെയിലാണ് മാൻഡിബിൾസ് കണ്ടെത്തിയതെന്നെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. വേറൊരു മാൻഡിബിള് ബിംബേഡ്കയിൽ വെച്ചിട്ട് വക്കാങ്കർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ കണ്ടെത്തിയിട്ടുണ്ട്, എക്സ്കവേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റ്സ് ആണ് ദിദ്വാന രാജസ്ഥാനിലുള്ള സൈറ്റ് ആണ്, ഹിരൺ വാലി ഗുജറാത്തിലുള്ളതാണ്, സോൺ വാലി മധ്യപ്രദേശ്, നേവാസ മഹാരാഷ്ട്ര, യദുർവാദി കർണാടക, ഗുഡിയം ചെന്നൈ. ഗുഡിയം കേവിലും ആണ് ചെന്നൈയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അതിരംപക്കത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പാലിയോലിത്തിക് സൈറ്റ് തന്നെയാണ്. അതിരംപക്കവും നെറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗം കുറച്ചധികം ചോദിച്ചിട്ടുണ്ട് പണ്ടത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്യുന്നത്. സോ അതിരംപക്കം പാലിയോലിത്തിക് സൈറ്റ്സിൽ ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക്, അതായത് പാലിയോലിത്തിക്കിന്റെ 3 ഫേസും കടന്നു പോയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ മുൻപേ പറഞ്ഞ അച്ചൂലിയൻ ടൂൾസ് സെറ്റ് ഇവിടെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സെറ്റ് ഓഫ് ആനിമൽ ഫുട് പ്രിന്റ്സും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആനിമൽ ഫുട് പ്രിന്റ്സ് ഒക്കെ കണ്ടത് എന്തിനാ എക്സാമിന് ചോദിക്കുന്നതെന്നൊക്കെ ഇതിൽ വിചാരിക്കും. പക്ഷെ അത് ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെറ്റിന് ചോദിച്ചിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ അതിരംപക്കത്തില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക് ഫേസ് കണ്ടെത്തിയിട്ടുള്ള സൈറ്റ് ആണ്. സെറ്റ് ഓഫ് ആനിമൽ ഫുട് പ്രിന്റ്സ് കണ്ടെത്തിയിട്ടുള്ള ഒരു സൈറ്റും കൂടിയാണ്. കർണാടകയിലെ ഇസാംപൂർ ഇതുപോലെ ടൂൾ മാനുഫാക്ചർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൈൻഡ് ഓഫ് പ്ലേസ് കണ്ടെത്തിയിട്ടുള്ളത് കർണാടകയിലെ ഇസാംപൂറും അതിൽ തന്നെ വരും. ഇവിടെ
ലെവലോയിസ് ടെക്നിക് എന്ന് പറയുന്ന ഫ്ലേക്ക് ടൂൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞു കോർ ആൻഡ് ഫ്ലേക്ക് ടൂൾസ് ഉണ്ട്. കുറച്ച് ചെറുതായിട്ട് പരന്ന് ഷാർപ്പായിട്ടുള്ളതാണ് ഫ്ലേക്ക്. അതിനെ ഉണ്ടാക്കുന്ന അഡ്വാൻസ്ഡ് മെത്തേഡാണ് ലെവലോയിസ് ടെക്നിക് എന്ന് പറയുന്നത്. നേരത്തെ അച്ചുലിയൻ ടൂൾസ് പറഞ്ഞു, ലെവലോയിസ് ടെക്നിക് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പം സോ ഈ ഒരു ടെക്നിക്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ടൂൾസ്, സ്റ്റോൺ ടൂൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കല്ല, അവരുണ്ടാക്കി. ആ ഒരു മെത്തേഡാണ് ലെവലോയിസ് ടെക്നിക്. അത് ഇസാംപൂർ ആണ് കർണാടകയില് കണ്ടെത്തിയിട്ടുള്ളത്. ഇസാംപൂറും ഈ ഒരു ഭാഗവും മുൻപത്തെ ഒരു നെറ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു മിഡിൽ പാലിയോലിത്തിക് ഇൻഡസ്ട്രി സെൻട്രൽ പെനിൻസുലർ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് സ്വതവേ നെവാസൻ ഇൻഡസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കും. മിഡിൽ പാലിയോലിത്തിക് ഇൻഡസ്ട്രി എവിടെയാണ്? നെവാസൻ ഇൻഡസ്ട്രി സെൻട്രൽ പെനിൻസുലർ ഇന്ത്യ ഭാഗത്ത് വരുന്നതാണ്. ഇനി ആരവല്ലീസിൽ വരുന്നത് ഒരെണ്ണാണ് ലൂണി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് മിഡിൽ പാലിയോലിത്തിക് അസംബ്ലേജ് ആണ്. പിന്നെ ഗാൻജറ്റിക് ബേസിൽ അല്ലെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിൻ ഭാഗങ്ങളിൽ ഒരു ഹ്യൂമൻ ഓക്യുപ്പേഷൻ ഫസ്റ്റ് നോട്ട് ചെയ്തിരിക്കുന്നത്, പാലിയോലിത്തിക്കിലെ ഒരു ഹ്യൂമൻ ഓക്യുപ്പേഷൻ കണ്ടെത്തിയിരിക്കുന്നത് കൽപ്പിയാണ്. ആ പ്ലേസ് ഉത്തർപ്രദേശ്. അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ആദ്യത്തെ ആ രണ്ട് ഇൻഡസ്ട്രീസിന്റെ പേര് ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ പാലിയോലിത്തിക്കിന്റെ കാറ്റഗറിയിലേക്ക് വരുവാണ്. എക്സാമിന് ഇപ്പം ചെറിയ കാറ്റഗറി തന്നെ ചോദിക്കാറുണ്ട്. സോ പാലിയോലിത്തിക് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഐസേജിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. സോ ഐസേജിന്റെ മിക്കവാറും കാലഘട്ടങ്ങളും പാലിയോലിത്തിക് ആയിരുന്നു. അതായത് മനുഷ്യനുണ്ട് ഐസേജില്. അതിൽ ഏകദേശം ഒട്ടുമിക്ക പാലിയോലിത്തിക്കിന്റെ ഭാഗവും കവർ ചെയ്തത് ഐസേജിൽ തന്നെയാണ്. ഈ ഒരു സ്റ്റോൺ ഏജ് ഫേസ് ആഫ്രിക്കയില് ഒക്കെ ഞാൻ മുൻ പറഞ്ഞ അതേ കാര്യം തന്നെ. അതായത് ആഫ്രിക്കയിലാണ് മനുഷ്യനുണ്ടായത് അല്ലെങ്കിൽ ജീവൻ ഉണ്ടായത് എന്ന് പറയുന്നു. അവിടെ അതുകൊണ്ട് ഫസ്റ്റ് ഉണ്ടായ പ്ലേസ് ആകുമ്പോൾ എന്തായിരിക്കും, മറ്റുള്ളിടത്തേക്ക് ഇത് സ്പ്രെഡ് ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ. ആ ടൈം ആകുമ്പോഴേക്കും ഓൾറെഡി ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയ സ്ഥലങ്ങളിൽ എന്താ വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ചേഞ്ചസും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ ഒരുപാട് മില്യൺ വേർഷൻ, ഏകദേശം 2 മില്യൺ ഇയേഴ്സ് അഗോ ആണ് ഈ പറഞ്ഞ സ്റ്റോൺ ഏജ് ഫേസ് കാണുന്നത്. പക്ഷെ ഇത് ഇന്ത്യയിലോട്ടേക്ക് എത്തുന്നത് ഏകദേശം എത്ര വർഷങ്ങൾ മുമ്പ്? ഒരു 6 lakh ഇയേഴ്സ് മുമ്പാണ് ഇത് വരുന്നത്. 6 lakh ആണ്. അത്രയും പഴക്കമേ ഇന്ത്യയിലുള്ളത് ഉള്ളൂ. ഇത്ര എക്സാക്ട് വർഷങ്ങളൊന്നും സ്വതവേ ചോദിക്കാറില്ല. ഞാൻ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച് പറയുവാണ്. മഹാരാഷ്ട്രയിലെ ബോറിയാണ് ലോവർ പാലിയോലിത്തിക് സൈറ്റുകളിൽ തന്നെ ഒരു ഓൾഡസ്റ്റ് സൈറ്റ് ആയിട്ട് കാണുന്നത്. മഹാരാഷ്ട്രയിലെ ബോറി, ആ ഒരു പേരൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെയുള്ള ആളുകൾ ഹാൻഡ് ആക്സ്, ക്ലിവേഴ്സ്, ചോപ്പേഴ്സ് എന്നൊക്കെ പറയപ്പെടുന്ന ടൂൾസ് ആണ് ഉപയോഗിച്ചത്. സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ കുറച്ചു നേരമായി ഹാൻഡ് ആക്സ് എന്നൊരു വാക്ക് കേൾക്കുന്നു. സോ പാലിയോലിത്തിക്കിന്റെ അല്ലെങ്കിൽ ലോവർ പാലിയോലിത്തിക്കിന്റെ ഒക്കെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടൂൾസ് ഉണ്ട്. ഈ പേര് ഇപ്പൊ തൽക്കാലം നോക്കുക. 2-3 സ്ലൈഡ് കഴിയുമ്പോഴേക്കും, ഐ മീൻ അപ്പൊ പാലിയോലിത്തിക് കഴിയുമ്പോഴേക്കും ഞാൻ ഇതിന്റെ ഫോട്ടോസ് കാണിച്ചു തരാം. സോ ഹാൻഡ് ആക്സ്, ക്ലീവേഴ്സ്, ചോപ്പേഴ്സ് ഇതൊക്കെ ലോവർ പാലിയോലിത്തിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ടൂൾസ് ആണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ഒട്ടുമിക്ക ആക്സസും ഓൾമോസ്റ്റ് വെസ്റ്റേൺ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയിലൊക്കെ ഉണ്ടായതുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്നാണ്. ഈ ഏർലി കൾച്ചേഴ്സ്, ഈ പറഞ്ഞ സ്റ്റോൺ ഏജും കാര്യങ്ങളൊക്കെ അല്ലേ, ഏകദേശം ഒരേപോലെയുള്ള പല കാര്യങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊന്നും ആളുകൾ വലിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡും ഒന്നും ഇല്ല. പക്ഷെ എങ്ങനെ ആളുകൾ അത്തരത്തില് ഒരേപോലെയുള്ള ആക്സും കാര്യങ്ങളും ഉണ്ടാക്കി എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഈവൻ നമ്മുടെ മെഗാലിത്തിക് കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാശിലായുഗ സംസ്കാരം, അതിന്റെ മോണ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അത് കേരളത്തിലുള്ളതും വിദേശത്തുള്ളതും ഒക്കെ ഏകദേശം ഒരേ രൂപത്തിലാണ് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു, അതായത് ഈ കാലഘട്ടത്തിൽ ആളുകൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നില്ല എന്നെങ്കിലും നിങ്ങൾ ആലോചിക്കണം. മനുഷ്യൻ ചിന്തിക്കുന്നത് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഏകദേശം ഒരേപോലെ തന്നെ ഇത്തരം കൺസ്ട്രക്ഷൻസ് വരുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ഇത്തരം സ്റ്റോൺ ടൂൾസ് പ്രധാനമായിട്ടും ഇവർ അന്ന് ചോപ്പ് ചെയ്യാൻ, പിന്നെ ഡിഗ് ചെയ്യാൻ, സ്കിൻ ചെയ്യാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്തത്. അതായത് വെരി ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇതൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. പാലിയോലിത്തിക്കിൽ തന്നെ
ഈ സ്റ്റോൺ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ അവര്. സോ അപ്പൊ അതിന്റെ ബേസിക് യൂസിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അതും നമ്മൾ സംസാരിക്കുന്നത് ലോവർ പാലിയോലിത്തിക്കിനെ കുറിച്ചുമാണ്. ഈ സ്റ്റോൺ ഏജ് സൈറ്റ്സിൽ, പഴയ ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സിൽ സോൺ റിവർ വാലിയിലും ഒരു സൈറ്റ് ഉണ്ട്. അത് ഏകദേശം ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുമ്പോൾ അത് പാകിസ്ഥാനിലും ചിലപ്പോൾ നേപ്പാളിലും മ്യാൻമറിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കാണാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ ഒരുപാട് സൈറ്റ്സ് കാശ്മീർ ഥാർ ഡെസേർട്ടിന്റെ ഏരിയകളിലൊക്കെ ആയിട്ട് മറ്റ് സൈറ്റുകളുണ്ട്. ഉത്തർപ്രദേശിലെ ബേലൻ വാലിയില്, ദിദ്വാന അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ലോവർ പാലിയോലിത്തിക് സൈറ്റ്സ് ഉണ്ട്. പാലിയോലിത്തിക് സൈറ്റ്സും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ പാലിയോലിത്തിക് സൈറ്റ്സ് എന്ന് പറഞ്ഞ പേരിൽ ജനറലി അങ്ങ് പഠിച്ച് നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ മാത്രം ലോവർ പാലിയോലിത്തിക് ഓരോ സൈറ്റുകളും കണ്ടത് പഠിക്കുക. അല്ലെങ്കിൽ ജനറലി ഇതെല്ലാം അറ്റ്ലീസ്റ്റ് പാലിയോലിത്തിക് സൈറ്റ് ആണ് എന്നുള്ളത് മാത്രം ഓർത്തു വെക്കാം. കാരണം ഒരു ബേർഡൻ ആയിട്ട് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ പഠനം പോകരുത്. പറ്റുന്നത് ആദ്യം ചെയ്യുക, എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് വർഷമായിട്ട് ഇതിന്റെ ഓരോന്നിലും വരുന്ന സൈറ്റ്സ് പേരുകൾ പഠിക്കാം. പ്രധാനമായിട്ടും പ്രീവിയസ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ടോ ആ സൈറ്റ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് പഠിക്കണം. അതിന് നമുക്കൊരു വിട്ടുവീഴ്ചയല്ല. അല്ലാത്തത് പറ്റുന്നത് പോലെ പഠിക്കാം. ദിദ്വാനയുടെ കേസിൽ പറയുകയാണെങ്കിൽ ലോവർ പാലിയോലിത്തിക് മാത്രമല്ല, മിഡിൽ അപ്പർ പാലിയോലിത്തിക്, നമ്മൾ നേരത്തെ അതിരമ്പക്കം ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ലോവർ മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക് കിട്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് ദിദ്വാന. നെവാസ, ചിർക്കി എന്ന് പറഞ്ഞ നെവാസയിലുള്ള ചിർക്കി എന്ന് പറയുന്ന സൈറ്റിലും ഏകദേശം 2000-ഓളം സ്റ്റോൺ ടൂൾസ് ലഭിച്ചിട്ടുണ്ട്. നാഗാർജുനകൊണ്ട ആന്ധ്രാപ്രദേശിലും പാലിയോലിത്തിക് സൈറ്റ്സ് ഉണ്ട്. അതുപോലെ ഭിംബേട്ക നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. കേവ്സ് ആൻഡ് റോക്ക് ഷെൽട്ടേഴ്സ് ലോവർ പാലിയോലിത്തിക് മുതൽ കാണുന്നുണ്ട്. ദെൻ ഈ റോക്ക് ഷെൽട്ടേഴ്സ് പലപ്പോഴും ഇവിടെ സീസണൽ ക്യാമ്പ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് സൂചിപ്പിച്ചു, അതായത് കുറച്ച് ആളുകൾ വന്നിരുന്ന് ഇപ്പൊ നമ്മള് തന്നെ ഒരു സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്ത് അവിടെ എന്തൊക്കെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാം എടുത്ത് തിരിച്ചു വന്നാലും കുറച്ച് റിമൈൻസ് എന്തെങ്കിലുമൊക്കെ അവിടെ കാണുമല്ലോ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സീസണിലും ഒരേ സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ റിമൈൻസിന്റെ അളവ് കൂടും. സോ അത്തരത്തിലാണ് ഇങ്ങനെ റോക്ക് ഷെൽട്ടർ അവർ യൂസ് ചെയ്തതെന്നും അവിടെയുള്ള റിമൈൻസിന്റെ പരിശോധിച്ചിട്ട് അതിനെ ഇന്നലെ നമ്മൾ പറഞ്ഞ പല ഡേറ്റിംഗ് മെത്തേഡ്സും പറഞ്ഞില്ലേ, അതൊക്കെ ഉപയോഗിച്ച് പരിശോധിച്ചിട്ടാണ് ഇവർ ഇതിന്റെ കാലപ്പഴക്കവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സ്വതവേ ലോവർ പാലിയോലിത്തിക് പീപ്പിൾ അല്ലെങ്കിൽ പാലിയോലിത്തിക് പീപ്പിൾ ചെറിയ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, അല്ലാതെ അഗ്രികൾച്ചർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതൊന്നും ഓർക്കണം. ഏതെങ്കിലും ഒരു അസേർഷൻ റീസണിൽ എങ്ങാനും അങ്ങനെ വരികയാണെങ്കിൽ അത് തെറ്റാണ്. പാലിയോലിത്തിക്കിൽ അഗ്രികൾച്ചർ തുടങ്ങിയിട്ടില്ല. ചെറിയ തരത്തിലെ ഹണ്ടിങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ ഫിഗർ ഔട്ട് ചെയ്യുകയാണ് എങ്ങനെ ഇനി നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അവരപ്പോ അങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല, ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. ആളുകൾ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഈ ഒരു പാലിയോലിത്തിക് എന്നുള്ളത്. സോ അതുപോലെ ലോവർ പാലിയോലിത്തിക് ഏജിലാണ് ഇന്ത്യയിലെ ഹോമോസാപ്പിയൻ ഗ്രൂപ്പ്, അതായത് നമ്മൾ ഇന്നലെ കുറെ സ്പീഷീസ് പറഞ്ഞു, അതിൽ മനുഷ്യനായി ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന നമ്മുടെ പൂർവികർ, അതായത് നമ്മൾ സബ് ഗ്രൂപ്പാണ്, സബ് ബ്രാഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിലെ ഹോമോസാപ്പിയൻസിന്റെ പ്രസൻസും കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ഞാൻ നേരത്തെ അച്ചൂരിയൻ ടൂൾസ് പറഞ്ഞതുപോലെ ഉള്ള ഒരു ടൂൾസ് ആണ് ഒബ്ലീവിയൻ ടൂൾസ്. ഇത് ലോവർ പാലിയോലിത്തിക് പീരീഡുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിൽ ഹാൻഡ് ആക്സ് വരുന്നുണ്ട്, അതുപോലെ ഫ്ലേക്ക് ടൂൾസും വരുന്നുണ്ട്. ഹാൻഡ് ആക്സ് കുറച്ചുകൂടി പോയിന്റഡ് ആയി ബൈഫേഷ്യൽ ആയിട്ടുള്ള ഇതൊക്കെയാണ്. നിങ്ങൾ അത്രയും ഡീറ്റെയിൽ പോയിട്ടില്ലെങ്കിലും ഒബ്ലീവിയൻ ടൂൾസ് എന്ന് പറയുന്നത് ലോവർ പാലിയോലിത്തിക്കിലുള്ള ടൂൾസ് ആണെന്നും ഹാൻഡ് ആക്സും ഫ്ലേക്ക് ടൂൾസും ആണ് ഇത് വരുന്നതെന്നും ഓർത്ത് വെക്കുക. ഇനി പാലിയോലിത്തിക്കിന്റെ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക്, നമ്മൾ ലോവർ പാലിയോലിത്തിക് കഴിഞ്ഞു, രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള മിഡിൽ പാലിയോലിത്തിക്കിലേക്ക് കടക്കുവാണ്. ഇവിടെ കൂടുതലായിട്ടും ഫ്ലേക്ക് ടൂൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്മോൾ പീസസ് ഓഫ് സ്റ്റോൺ ആണ്. അതായത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു സമയത്താണ് ഈ മിഡിൽ പാലിയോലിത്തിക് എന്ന് പറയുന്നത്.
ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ അത് മിഡിൽ പാലിയോലിത്തിക് ആവുന്നുള്ളൂ എന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലയിടത്ത് ഇപ്പോഴും ലോവർ പാലിയോലിത്തിക് ആയിരിക്കാം. ചിലയിടങ്ങളിലേക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അത് മിഡിൽ പാലിയോലിത്തിക് ആയിട്ടാണ് ഹിസ്റ്റോറിയൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഒരു ഫൈൻ മോർണിംഗ് ഒരു ഡേറ്റിന് ഇന്ന ദിവസം അത് മിഡിൽ പാലിയോലിത്തിക് ആയി മാറുന്നതല്ല. ഇത് സ്വാഭാവികമായും അവരുടെ ടെക്നോളജി അവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് സ്റ്റോൺ ടൂൾസിലൊക്കെ വരുന്ന മാറ്റത്തോടു കൂടെയാണ് ഇത് മിഡിൽ പാലിയോലിത്തിക് ആയിട്ട് മാറുന്നത്. അത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ബ്ലേഡ്സ്, പോയിന്റ്സ്, ബോറേഴ്സ്, സ്ക്രാപ്പേഴ്സ് ഇതൊക്കെ ടൂൾസ് ആണ്, പേടിക്കേണ്ട. ഇത് മിഡിൽ പാലിയോലിത്തിക്കില് പ്ലേറ്റ്സിന്റെ കൂടെ വരുന്ന മറ്റ് ടൂൾസ് ആണ്. ഒപ്പം ലോവർ പാലിയോലിത്തിക്കിൽ എന്തൊക്കെ ഉപയോഗിച്ചോ അത് ഇതിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് വരും. നർമ്മദ റിവർ വാലിയിൽ ഇവരുടെ ആർട്ടിഫാക്ട്സും കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തുംഗഭദ്ര റിവർ വാലിയിലും അവരുടെ റിവർ സൈഡിലും ഇത്തരം ആർട്ടിഫാക്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബാലൻ വാലിയിൽ ഇവരുടെ സ്റ്റോൺ ടൂൾസും കാര്യങ്ങളും അനിമൽ ഫോസിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ, ഐ മീൻ മിഡിൽ പാലിയോലിത്തിക് ഏജില് കാറ്റൽ, ഡിയർ ആയിട്ടുള്ള അങ്ങനെയുള്ള ആനിമൽസിന്റെ അടക്കം ഫോസിൽസ് ലഭിച്ചിട്ടുണ്ട്. ഇത് ലോവർ ആൻഡ് ഈ പറഞ്ഞ ഫോസിൽ ലഭിച്ചിരിക്കുന്നത് ലോവർ ആൻഡ് മിഡിൽ പാലിയോലിത്തിക് ഏജസിന്റെയാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് പാലിയോലിത്തിക് ഉള്ളിടത്ത് തന്നെ അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് പിന്നീട് ഉപയോഗിക്കുമ്പോൾ അത് മിഡിൽ പാലിയോലിത്തിക് ആയി. സോ ഒരേ സ്ഥലത്ത് തന്നെ എല്ലാ ഫേസും കാണുന്നത് അത്തരത്തിലാണ്. ചിലയിടങ്ങളിൽ ചിലപ്പോൾ ആളുകൾ അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. ചിലയിടങ്ങളിൽ ഒരു ജനത മരിക്കുന്നു, അടുത്ത ആളുകൾ വരുന്നു, അടുത്ത ജനറേഷൻ വരുന്നു, പതുക്കെ അവരുടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്നു. അങ്ങനെ എല്ലാ ഫേസസും ഒരേ സ്ഥലത്ത് തന്നെ വരാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഫേസ് ആണ് പാലിയോലിത്തിക്കില് ലോവർ, മിഡിൽ ആൻഡ് കഴിഞ്ഞു വരുന്നതാണ് അപ്പർ പാലിയോലിത്തിക് ഫേസ്. ഇന്ത്യയിൽ ഏകദേശം 566+ സൈറ്റ്സ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ റെഫർ ചെയ്യുന്ന ഓതന്റിക് ടെക്സ്റ്റ്സ് ആണെങ്കിലും അതിലുള്ള ഒരു നമ്പറാണ്. ഇന്നിപ്പം ആ ഒരു ബുക്ക് എഴുതി അത്രയും കാലം കഴിയുമ്പോൾ മേ ബി അത് ഇതിലും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ 566+ എന്ന് പറയുന്നത്. സോ അത്രയും അപ്പർ പാലിയോലിത്തിക് ഫേസ് നമുക്ക് ആ ഒരു സൈറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ഈ ഒരു കാലഘട്ടത്തില് ഒരു ലെസ് ഹ്യൂമിഡ് ആണ്. അതായത് ഐസ് ഏജിന്റെ ലാസ്റ്റ് ഫേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഐസ് ഏജ് ഏകദേശം ഫുൾ ഫേസും നമ്മുടെ പാലിയോലിത്തിക്കിലാണ് വരുന്നതെന്ന് പറഞ്ഞു. പാലിയോലിത്തിക് ഏകദേശം കടന്നു പോകുന്നത് ഐസ് ഏജിന്റെ ഫുൾ ഫേസിലൂടെയാണെന്ന് പറഞ്ഞു. എങ്കിലും ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഐസ് ഏജ് തീർന്ന അടുത്ത പീരീഡിലേക്ക് വരുന്നത്, നമ്മൾ ഇന്നലെ ആ പേരുകളൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫേസിലേക്ക് വരുന്നത് അപ്പർ പാലിയോലിത്തിക്കിലാണ്. കുറച്ചുകൂടി വാം ആവാൻ തുടങ്ങുന്നത്, കുറച്ചുകൂടെ ചൂടായി നമ്മുടെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിലും ഏകദേശം ആ മാറ്റം തുടങ്ങുന്നത് അപ്പർ പാലിയോലിത്തിക്കിലാണ്. അതുപോലെ പാലിയോലിത്തിക്കിന്റെ സ്വഭാവത്തിൽ നിന്ന്, അതായത് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് മിഡീവലിലേക്കുള്ള ആ ഒരു മിഡിൽ പാത്ത് ആണ്, ആ ഒരു സാൻഡ്വിച്ച് പീരീഡ് ആണ് ഏർലി മിഡീവൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെയാണ് പാലിയോലിത്തിക്കിൽ നിന്ന് മെസോലിത്തിക്കിലേക്കുള്ള ഒരു മിഡിൽ ഫേസ് ആണ് അപ്പർ പാലിയോലിത്തിക്. സോ ഇതിന് പലപ്പോഴും മെസോലിത്തിക്കിന്റെ ഒരു ടേസ്റ്റ് പലയിടങ്ങളിലും കാണാറുണ്ട്. എന്നാൽ പാലിയോലിത്തിക് ആണോ എന്ന് ചോദിച്ചാൽ അതെ, പൂർണ്ണമായും പാലിയോലിത്തിക്കും ആണ്. സോ അതുകൊണ്ട് തന്നെ പുതിയ ഫ്ലിന്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഫ്ലിന്റ് ടൂളാണ്, ആക്ച്വലി സ്റ്റോൺ ടൂളാണ്, അതിന്റെ പുതിയ മാനുഫാക്ചറും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതുപോലെ പുതിയ മനുഷ്യന്റെ, നമ്മുടെ ആ ഒരു അവസ്ഥയിലേക്കുള്ള ഹോമോ സാപ്പിയൻ എന്നുള്ള അവസ്ഥയും ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ള ആ ഒരു മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അതായത് അഗെയിൻ ഞാൻ പറയാണ്, ഒരു ദിവസം രാവിലെ ഒരു ബേബി ഉണ്ടാവും, ആ ബേബി ഹോമോ സാപ്പിയൻ ആയി മാറുന്നതുമല്ല. പലതരം ജനറ്റിക്കൽ ആയിട്ടുള്ള പലതരം മാറ്റങ്ങൾക്ക് ശേഷം ഈ ഒരു സബ് സ്പീഷീസ് മോഡേൺ ഹ്യൂമൻ എന്ന് പറയുന്ന നമ്മൾ അപ്പർ പാലിയോലിത്തിക് ഫേസിന്റെ ഏതൊക്കെയോ കാലഘട്ടങ്ങളിലായിട്ടാണ് ഉണ്ടാവുന്നത്. ആ ഒരു ബ്രെയിനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും. ഞാൻ ഇന്നലെ ഒരു ഇമേജ് കാണിച്ചിട്ട് ആ കമ്പാരിസൺ പറഞ്ഞില്ലേ, ആ ഒരു അഡ്വാൻസ്ഡ് ഫോമിലേക്ക് എത്തുന്നതും അപ്പർ പാലിയോലിത്തിക് ഫേസിലാണ്. ഇന്ത്യയിൽ ഈ ഒരു പീരീഡ് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശ്,
കർണാടക, മഹാരാഷ്ട്ര, സെൻട്രൽ മധ്യപ്രദേശ്, സദേൺ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് ഏരിയാസിലൊക്കെയാണ് കാണുന്നത്. ബ്ലേഡ്സും ബെറിങ്സും ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രദേശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതും കാണുന്നത്. ഇനി വീണ്ടും നമ്മൾ ബിംബേറ്റ്കയിലേക്ക് പോവാണ്. ബിംബേറ്റ്കയിൽ നിന്ന് ഈ ഒരു ഫേസിലെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. കേവ്സ്, ബിംബേറ്റ്ക കേവിലെ ആ ഒരു റോക്ക് ഷെൽട്ടർ ഭാഗത്ത് നിന്ന്. ചിലപ്പോ എക്സാക്ട്ലി ഒരേ സ്ഥലത്ത് നിന്നായിരിക്കില്ല, പക്ഷെ ഏകദേശം ആ ഒരു ചുറ്റളവില് പാലിയോലിത്തിക്കിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫേസസിന്റെയും റിമെയിൻസ് അവിടെയുള്ള കേവ് ഷെൽട്ടേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ബിംബേറ്റ്ക, ഭോപ്പാൽ, ആ പേര് മറക്കരുത്. ലാർജ് ഫ്ലേക്സ്, ബ്ലേഡ്സ്, ബറിഡ്, സ്ക്രാപ്പേഴ്സ്, ഇങ്ങനെയുള്ളതിന്റെ കുറച്ചുകൂടി ഞാൻ ആ പറഞ്ഞ ലോവർ പാലിയോലിത്തിക്കിന്റെയും മിഡിൽ പാലിയോലിത്തിക്കിന്റെയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അഡ്വാൻസ്ഡ് എന്ന് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരാൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് കുറച്ചുകൂടി ഈസി ആക്കി തരുന്ന തരത്തിലേക്കുള്ള ടൂൾ, കുറച്ചുകൂടി ഷാർപ്പായിട്ട് പോയിന്റ്, പിന്നെ പലതരത്തിലുള്ള ഇപ്പൊ എല്ലാം നമ്മൾ ഇപ്പൊ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തികൾ നോക്കി ഒരൊറ്റ കത്തി വെച്ചിട്ട് നമുക്ക് എല്ലാ പണിയും എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് ചില ഓപ്ഷൻസ് ഉണ്ടല്ലോ, കുറെ തരത്തിലുള്ള ഇതാവുമ്പോഴുണ്ടാവുന്ന ചോയ്സസ് ഉണ്ടല്ലോ. അതേപോലെയാണ് ഈ ഒരു കേസിൽ വരുന്നത്. പലതരത്തിലുള്ള ടൂൾസ് ഡെവലപ്ഡ് ആയി വരുന്നു. അത് തന്നെ വീണ്ടും വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ട് മാറുകയും ചെയ്യും. സോ ഇത്തരത്തിലുള്ള പല ടൂൾസും ഗുജറാത്തിലെ സാൻഡ് ഡ്യൂൺസും, അതായത് ഗുജറാത്തിലെ മണൽത്തിട്ട ആ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പാലിയോലിത്തിക് എന്നുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ചിലപ്പോഴത് എന്തൊക്കെയായി പറഞ്ഞെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഉണ്ടെങ്കിലും സാരില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്, അത് പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് ഇതൊക്കെ പാലിയോലിത്തിക് ആണ്, പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളൊരു ജനറൽ ഐഡിയയും ഒപ്പം നമ്മൾ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഭാഗവും പഠിക്കും. എന്നിട്ട് പറ്റുന്നുണ്ട് ബാക്കി പതുക്കെ പതുക്കെ ഒരു 2-3 റിവിഷനിലൊക്കെ കവർ ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം. ഇത് ഞാൻ കുറച്ച് ഇമേജസ് എടുത്തതാണ്. ഉപീന്ദർ സിംഗ് ആണെങ്കിൽ ചോപ്പിംഗ് ടൂൾസ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് കാണുന്നത് ചോപ്പിംഗ് ടൂൾസ് ആണ്. ഒരു പേബിൾ ഹാൻഡ്, എനിക്കും നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ റൈറ്റിംഗ് എനിക്ക് ഒരുപാട് ക്ലിയർ അല്ല, പക്ഷെ ഞാനത് വായിക്കുന്നത് ചോപ്പിംഗ് ടൂൾസ് ആണ് ഫസ്റ്റ്. രണ്ടാമത് പേബിൾ ഹാൻഡ് ആക്സ് ആണ്. മൂന്നാമത് കാണുന്ന ആ ഒരു സെറ്റ് ക്ലിവർ എന്ന് പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, ആ ഒരു ഇതാണ്. അഗെയിൻ താഴെ ഫസ്റ്റ് വൺ ഹാൻഡ് ആക്സ് ആണ്. പെബിൾ ടൂൾ ആണ്, ചോപ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ആരും ഇന്നത്തെ ഒരു സെൻസിൽ എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോട്ടോ സഹിതം കാണിക്കുന്നത്. അഗെയിൻ വീണ്ടും കുറെ ടൂൾസ് വരുവാണ്. കോൺവെക്സ് സൈഡ് സ്ക്രാപ്പർ, വൈറ്റ് സ്ക്രാപ്പർ, ഡെന്റിക്കുലേറ്റർ ടൂൾ, അതിനി കോൺകേവ് സംതിങ് സ്ക്രാപ്പർ, അങ്ങനെ പലതരം സ്ക്രാപ്പേഴ്സ്, ഹാൻഡ് ആക്സസ്, ഫ്ലേവേഴ്സ്, ഫ്ലേക്ക്. ഇതൊക്കെ ഫ്ലേക്ക് ആണ്. ഐ മീൻ നിങ്ങൾക്ക് എന്റെ കാണാൻ പറ്റും. 1 minute. ഇപ്പൊ കാണുന്നു. ഇത് ഫ്ലേക്ക് ആണ്. പിന്നെ സ്ക്രാപ്പർ, ദിസ് ഇസ് സ്ക്രാപ്പർ, സ്ക്രാപ്പർ. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിക്ചർ ഒന്നും തരില്ല എക്സാമിന്, പക്ഷെ പഠിക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. വീണ്ടും കുറെ ടൂൾസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ ആ വരച്ച വര അതുപോലെ അവിടെ കിടക്കുന്നു. ഞാൻ എറേസ് ചെയ്യാനൊന്നും നോക്കിയതാണ്, എനിക്കിപ്പോ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതില് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യനില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച്, ഓക്കെ, അതിനു മുൻപ് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ആ മാം, കുറച്ചൊക്കെ. അത് കുഴപ്പമില്ല, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്യാം. ബാക്കി നമുക്ക് ആ പറഞ്ഞ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞ ഭാഗം നിൽക്കുക.
കാരണം ഇതിപ്പോ ഞാൻ തന്നെ എത്രയോ കാലങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ട് എങ്കിലും ടൂൾസ് ഒക്കെ കൺഫ്യൂഷൻ വരും, സൈറ്റ്സ് കൺഫ്യൂഷൻ വരും. അത് സ്വാഭാവികമാണ്. ആരും ഇത് ഉപേക്ഷിച്ച് പോകരുത്. ഇങ്ങനെയല്ല, നമുക്ക് ഹിസ്റ്ററി ഇനി ബാക്കി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം വരുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടേ ഉള്ളൂ. നിങ്ങൾ ആരും നിങ്ങളുടെ ഇൻട്രസ്റ്റ് കളഞ്ഞു പോകരുത്. ഓക്കെ. So, which Paleolithic site has yielded the evidence of a set of animal footprints along with the Acheulean tools? ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്. ഞാനത് ബോൾഡാക്കി വെച്ചിട്ടുണ്ട്. അത് അതിരമ്പക്കമാണ്. അത് നിങ്ങൾ ഓർക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് അച്യുലിയൻ ടൂൾസ് ഏത് സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്, അതുപോലെ അനിമൽ ഫുട് പ്രിന്റ്സും ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് ചിലപ്പോ ഇമ്പോർട്ടന്റ് ആവണം എന്നില്ല. പക്ഷെ ചിലതൊക്കെ ഇവരുടെ കണ്ണിൽ ഭയങ്കര ഇമ്പോർട്ടന്റും ആയിരിക്കും. അതുകൊണ്ട് ഇത് തീർച്ചയായും പഠിച്ചിരിക്കണം. ആ പറഞ്ഞ പോയിന്റ്, ആ ഭാഗത്ത് ഞാൻ മെൻഷൻ ചെയ്തതൊക്കെ പഠിക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് yielded a fossil baby skull in 2001? ഓക്കെ, അത് പറയുന്നത് ഒഡയാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ചോദിക്കണമെന്നില്ല. ഓക്കെ, ഇതൊരു ഡീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു അസേർഷൻ റീസൺ ആണ്. ഇന്നലെ നമ്മൾ അസേർഷൻ റീസൺ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അസേർഷൻ റീസൺ എന്ന് പറയുമ്പോൾ ആദ്യം എന്താ നോക്കണ്ടേ? ആരെങ്കിലും ഒരാൾ മൈക്കോൺ ചെയ്ത് പറഞ്ഞേ. അസേർഷൻ റീസൺ കണ്ടാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അസേർഷൻ റീസൺ കണ്ടാൽ ആദ്യം എന്താ പോയിട്ട് അതിന്റെ റിലേഷൻ കണ്ടുപിടിക്കുകയാണോ, അതോ അതിന് മുൻപ് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം? അത് രണ്ടും ശരിയാണോ നോക്കണം, അതോ തെറ്റാണോ? യെസ് ദേവനന്ദ, കറക്റ്റ്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇവർ തമ്മിൽ ഒരു ബന്ധമോ അവരെ വേറെ ഒന്നും നമ്മൾ ആദ്യം നോക്കണ്ട. ആദ്യം ഇത് രണ്ടും ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് മതി ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത്, ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് പറ്റും, ചിലത് ചിലപ്പോൾ പറ്റണമെന്നില്ല. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും നല്ല കാര്യം എന്താ, അത് ശരിയാണോ നോക്കുക. ഓരോ വാക്കും വായിച്ച് നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന തരത്തിൽ ഒന്നും എവിടെയും തന്നിട്ടില്ലല്ലോ, ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ, നമുക്കത് ക്ലിയർ ആണല്ലോ എന്നുള്ളത് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ, ഞാൻ ആ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്. Upper Paleolithic age came to an end with the end of Ice Age. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നമ്മളിപ്പോ പറഞ്ഞ എന്താ, അപ്പർ പാലിയോലിത്തിക് ഏജോട് കൂടെ ഐസ് ഏജിന്റെ എൻഡും കൂടെയാണ് നടക്കുന്നത്. അങ്ങനെയാണല്ലേ നമ്മളിപ്പോ പറഞ്ഞത്? ഓക്കെ, ഞാൻ തന്നെ ഉത്തരവും പറയാല്ലേ. ഓക്കെ, അപ്പർ പാലിയോലിത്തിക് ഏജോട് കൂടെയാണ് ഐസ് ഏജ് എൻഡ് ആവുന്നത്, ഹ്യൂമിഡ് ആവുന്നത്. ആ ഒരു ഹ്യൂമിഡിൽ നിന്ന് കുറച്ചുകൂടെ വാം ക്ലൈമറ്റിലേക്ക് വരുന്നത്, ആ ഒരു ഐസി ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിന്ന് മാറുന്നത്, സാപ്പിയൻ എന്നുള്ള നമ്മുടെ കാറ്റഗറിയുടെ എമർജൻസ് വരുന്നത് ഒക്കെ ഈ ഒരു അപ്പർ പാലിയോലിത്തിക് ഏജ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പാലിയോലിത്തിക്കിന്റെ സബ് കാറ്റഗറീസ് നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ലോവറും അപ്പർ എങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. അപ്പർ ഇനിയിപ്പോ ലോവറും പറ്റിയില്ലെങ്കിലും അപ്പർ എന്തായാലും പഠിക്കുക. പാലിയോലിത്തിക്കിന്റെ ജനറൽ ഫീച്ചേഴ്സും കൂടെ പഠിക്കുക. കാരണം ഇങ്ങനെ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രീവിയസ് തന്നെയാണ്. ഇത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ഇത് നിങ്ങളുടെ പ്രീവിയസ് തന്നെയാണ്. ഓക്കെ, ഇനി അതിന്റെ റീസൺ ആയി തന്നിരിക്കുന്നത് എന്താ? സോ ഫസ്റ്റ് അസേർഷൻ ഇസ് റൈറ്റ്. ഇനി റീസൺ നോക്കാം. ഇറ്റ് വാസ് ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സംഭവം ശരിയല്ലേ, ഐസ് ഏജ് ആണ്, ചൂട് കൂടിയിട്ട് അവര് വാമായി. സോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ചൂട് കൂടുതലാണ്. അപ്പം അത് ശരിയായിരിക്കും, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ ചിന്തിക്കുക, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി 1980s 1990s കണ്ടുപിടിക്കുന്നത്. അത് വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു അത് 1950s ശേഷം ഞാനാണ് ഇങ്ങനെ ഒരു ഓസോണിന് വിള്ളലുണ്ടെന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് 1980s ഇത്രയും വർഷം, ഒരു 50s സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കുന്നത് 90s 80s. അതായത് വെരി റീസെന്റ് ആണ്. അതൊരു പോയിന്റ്. രണ്ടാമത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്, അല്ലാതെ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ CO2 മീഥേന്റെ ഒക്കെ എമിഷനും കാര്യങ്ങളും ഫാക്ടറീസ് മറ്റു പല പ്രശ്നങ്ങളും കാരണമൊക്കെയാണ് ഈവൻ
കാറ്റൽ റെയറിങ് പോലും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നുണ്ടെന്നാ പറയുന്നത്, മീഥേന്റെ അളവ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട്. സോ അങ്ങനെ മനുഷ്യൻ നിർമ്മിതമായിട്ട് സംഭവിക്കുന്ന സംഭവമാണിത്. അതായത് ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങി ഫാക്ടറീസ് ഒക്കെ തുടങ്ങിയിട്ട്. അല്ലാതെ നമ്മൾ ആദ്യം പറയുന്ന കേസ് എന്താ, അത് നേച്ചർ തന്നെ അങ്ങനെ ആയി വരുന്നത്. ഐസേജ് വാമാവാൻ കാരണം ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരല്ല. അവർ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തിട്ടൊന്നും അല്ല ഐസേജ് വാമായത്. അത് ആ പ്രകൃതി അങ്ങനെ ആയി. കാലഘട്ടത്തിനനുസരിച്ച് പ്രകൃതിയുടെ കാലാവസ്ഥ മാറുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും. ഭൂമി ഉണ്ടായപ്പോഴെന്താ ഭയങ്കര ഹോട്ടായി ചുട്ടുപഴുത്ത ഒരു ആയിരുന്നു. പിന്നീടാണ് അത് മാറി മാറി ഐസേജ് ആയി. പിന്നീടാണ് ഈ വാമായിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. പക്ഷെ അതിന് ഇന്റൻഷനലി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്, അതായത് മനുഷ്യ സഹജമായിട്ടുള്ള പ്രശ്നമാണ് ഗ്ലോബൽ വാർമിങ്. അതിൽ പ്രകൃതിയുടെ റോള് വളരെ കുറവാണ്. സോ അത് രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോ ഐസേജ് ഐസേജ് വാമാവാൻ കാരണം ഗ്ലോബൽ വാർമിംഗ് അല്ല. അപ്പൊ അത് തെറ്റാണ്. സോ ഇവിടെ തന്നെ നമുക്കുള്ള ഉത്തരം കിട്ടി. അതിന്റെ ആൻസർ അസർഷൻ മാത്രമാണ് ഇതിൽ കറക്റ്റ്. റീസൺ തെറ്റാണ്. ഗ്ലോബൽ വാർമിംഗ് കാരണമല്ല ഐസേജ് മാറിയത്. ഇത് ക്ലിയർ ആണോ? യെസ് മാം. പഠിച്ചത് ഇങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഈ ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മുൻപത്തെ ബാച്ച് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒബ്ലീവിയൻ ടൂൾ ഇൻഡസ്ട്രീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം അറിയുന്നവർക്ക് മാത്രം രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. കുറച്ച് ഒരു മീഡിയം ടു ടഫസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല. അത് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമ്മളിത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പം സോറി എക്സ്ക്യൂസ് മീ. സോ ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു 2-3 പേരുകൾ ഞാൻ വേറെയും തന്നിട്ടുണ്ട്. ജൂലിയൻ, പിന്നെന്താ ലെവൽ ലോയ്സ് ടെക്നിക്ക്. ഇതൊക്കെ നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക. ഇതെന്താ ഏതാണെന്ന് നമുക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് അത് ചോദിക്കാൻ സാധ്യത. പക്ഷെ അത് പഠിക്കണം എന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, നമുക്ക് ഉത്തരം അറിയുമ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ആക്ച്വലി ലോവർ പാലിയോലിത്തിക് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ക്വസ്റ്റ്യൻ ഒരു ടഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയും കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അത് എല്ലായ്പ്പോഴും ഈസി ആവണമെന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരിക്കും, പക്ഷെ എല്ലായ്പ്പോഴും അത് ഈസി ആവണമെന്നില്ല. നമ്മളിപ്പോ പാലിയോലിത്തിക് ഏജും അതിന്റെ 3 സബ് ഡിവിഷൻസും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇനി സ്റ്റോൺ ഏജിലെ രണ്ടാമത്തെ മിഡിൽ കാറ്റഗറി ആയിട്ട് വരുന്നത് മെസോലിത്തിക് ഏജിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഏകദേശം 900 മുതൽ 4000 BCE അഥവാ BC കാലഘട്ടത്തില് ആണ് ഇത് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചാകാം. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. പല പ്രദേശങ്ങളിലും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും മറ്റ് ഫീച്ചേഴ്സിന്റെ ഒക്കെ ബേസിൽ ഏജില് പല സ്ഥലങ്ങളിലുള്ള മാറ്റങ്ങൾ വരും. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൂൾസ് വളരെയധികം ചെറുതാവാൻ തുടങ്ങി. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ടൂൾസിലേക്ക് ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ബാഗോർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, BAGOR, പേര് ഞാൻ പറയാം. ഈ 2 കാര്യങ്ങളൊന്ന് പ്രധാനമായിട്ട് ആലോചിക്കുക. ബാഗോർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. ഒരു കാലഘട്ടത്തില് ഏത് നെറ്റ് എക്സാം എഴുതിയാലും ഒരു ആൻസർ ബാഗോർ വരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. മേ ബി അതിന് നിങ്ങളിലേക്ക് ചിലപ്പോൾ അവർ ചോദിക്കാം. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യമേ ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് പ്രീവിയസ് ചോദിച്ചത്. സോ മൈക്രോലിറ്റ്സ് ആണ് പ്രധാനമായിട്ട്. മൈക്രോലിറ്റ്സ് എന്ന് പറയുന്നത് ടൈനി സ്റ്റോൺ ടൂൾസ് ആണ്. അതിന്റെ പീരീഡ് ആണ് മെസോലിത്തിക്. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഗുജറാത്തിലെ പ്ലെയിൻസ്, അതുപോലെ വെസ്റ്റേൺ സെൻട്രൽ ഇന്ത്യ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും മെസോലിത്തിക് ആയിട്ട് വരുന്നത്. റിവർ ബാങ്ക്സ്, ഹില്ലക്സ്, സ്വതവേ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഹില്ലി സൈഡുകളിൽ, ഹില്ലിന്റെ റേഞ്ചസിൽ, റിവർ ബാങ്ക്സിലൊക്കെയാണ് കാണുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും അറിയോ? നമുക്ക് അങ്ങനെ യുക്തിപരമായിട്ട് നമുക്ക് ഇനി പോകണം. നമുക്ക് അസർഷൻ റീസൺ ഉണ്ട്. ഇതുപോലെ കുറെ സെന്റൻസ് തന്നിട്ട് റൈറ്റ് ട്രൂ ഓർ ഫോൾസ് സെലക്ട് ചെയ്യാൻ തരും.
അപ്പൊ നമ്മുടെ യുക്തിക്ക് റേഷണൽ ആയിട്ട് ചിന്തിക്കുന്നതിനും കാര്യമുണ്ട്. സോ റിവർ ബാങ്ക്സിലും ഹിലോക്സിലും ഒക്കെ നടത്താൻ എന്തായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സെറ്റിൽമെന്റ്സ് വരാൻ കാരണം എന്തായിരിക്കും? എന്തായിരിക്കും? ആരെങ്കിലും ഒരാളൊന്ന് ഊഹിച്ച് പറഞ്ഞേ, എന്തായിരിക്കും ആളുകൾ ഇങ്ങനെയുള്ള ചൂസ് ചെയ്യാൻ കാരണം? ആരും പറയുന്നില്ല. എന്നാ ഞാൻ തന്നെ പറയും. അതായത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ആയിരിക്കില്ലേ? ജോഗ്രഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിവർ ബാങ്ക്സ് ആവുമ്പോ എന്താ അവർക്ക് അത്യാവശ്യം വേണ്ട വെള്ളം, മേ ബി അവർക്ക് ഫിഷിംഗ് ചെയ്യാം. ഹില്ലോക്സിലാണെങ്കിലും അത്യാവശ്യം അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടായിരിക്കാം മനുഷ്യൻ അത്തരം സ്ഥലങ്ങളിൽ സെറ്റിൽ ആയിരിക്കുന്നത്. നിങ്ങളോട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാട്ടോ. ഫാക്ട്സ് മാത്രമല്ല, ചിന്തിച്ചിട്ട് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിലും കൂടെ ക്വസ്റ്റ്യൻസിനെയും ഒരു പോയിന്റുകൾ കിട്ടുമ്പോൾ അതിനെ ആ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാൻ ഗ്രാജുവലി നമുക്ക് തുടങ്ങണം. ഇനി ഇതിൽ പ്രധാനമായിട്ടും ടൂൾസും അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അനിമൽസിന്റെ സ്കെലിറ്റൺസ് ലഭിച്ചിട്ടുണ്ട്, ഡെൻഡേലിയം ഷെൽസ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ പല്ല് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബീറ്റ്സ്, അതിന്റെ കാര്യങ്ങളൊക്കെ. ദെൻ റെഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വേ ഓഫ് പോട്രിയുടെ കളേഴ്സ് ആണ്. കാലഘട്ടത്തിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് പോട്രി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർ അത്യാവശ്യം പോട്രി കാര്യങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന മനുഷ്യരൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അയൺ ആരോ ഹെഡ് കിട്ടിയിട്ടുണ്ട്. ക്വാർട്സൈറ്റ് പെബിൾസ്. ക്വാർട്സൈറ്റ് ഒരു സെമി പ്രഷ്യസ് സ്റ്റോൺ ആണ്. ഒരു ഹാമർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് ലഭിച്ച കാര്യങ്ങളാണ്. എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തി എന്നല്ല. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മൈക്രോലിറ്റ്സ് ടൈനി സ്റ്റോൺ ടൂൾസ് ആണ്. അവരുടെ ബ്ലേഡ്സും കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കും. ഫ്ലേറ്റ്സ്, കോർസ്, ബ്ലേഡ്സ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ടൂൾസും അതിന് പുറമെ ലൂണേറ്റ്സ്, ട്രയാങ്കിൾസ്, ട്രേപ്പേഴ്സ്, സ്ക്രാപ്പേഴ്സ്, പോയിന്റ്സ്, ബേക്ഡ് ബ്ലേഡ്സ് പോലുള്ള കാറ്റഗറീസ് ഇതിൽ വരുന്നുണ്ട്. ഇവിടെയും കുറച്ച് ഈ ടൂൾസിന്റെ പേടിക്കേണ്ട, ഞാൻ വീണ്ടും ഫോട്ടോസ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും റോക്ക് ഷെൽട്ടേഴ്സ് വരുന്നത് സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിലാണ്. റോക്ക് ഷെൽട്ടർ എന്താണെന്ന് ഓൾറെഡി നമ്മൾ ബിബേറ്റ്കയുടെ കേസിൽ പറഞ്ഞതാണ്. അങ്ങനെ സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ ഒക്യുപ്പേഷൻ ഡെബ്രിസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒക്യുപ്പേഷൻ ഡെബ്രി എന്ന് പറയുന്നത് എന്താ, സ്റ്റോൺ ടൂൾസ്, അവരുടെ അവശിഷ്ടങ്ങൾ, അവർ ഇട്ടേച്ച് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒക്യുപ്പേഷൻ ഡെബ്രി പറയുന്നത്. റോക്ക് ഷെൽട്ടേഴ്സിന്റെ പേരുകൾ മെസോലിത്തിക്കിൽ വരുന്നത് ജംബുദ്വീപ്, ഡൊറോത്തി ദ്വീപ്, ഉത്തർപ്രദേശ്, ആദംഗഡ് ഹിൽസ്, നർമ്മദ വാലി, മോദി ചമ്പൽ വാലി, ബിർബൻപൂർ, ദാമോദർ വാലി. ഇതെല്ലാം മെസോലിത്തിക്കിലെ റോക്ക് ഷെൽട്ടേഴ്സ് ആണ്. 5 പേരുകൾ ഓർത്ത് വെക്കുക. എവിടെയാണെന്ന് പറ്റുമെങ്കിൽ വീണ്ടും ഓർത്ത് വെക്കുക. ഇവിടെ നിന്നൊക്കെ ആനിമൽ ബോൺസ് കൂടെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആനിമൽ ബോൺസ് ഒന്നെങ്കിൽ അവര് കൊന്നു കഴിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. സോ ഇത്തരത്തിൽ നോക്കുമ്പോൾ അവര് ഡോഗ്, കാറ്റ്, ഇന്ത്യൻ ഹംഡ് കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സൈറ്റിലൊക്കെ നിങ്ങളൊക്കെ സീലിലൊക്കെ കണ്ടിട്ടില്ലേ, ഹംഡ് ബുള്ളൊക്കെ പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് കാറ്റിലാണ്. പിന്നെ ബഫലോ, ഗോഡ്, ഷീപ്പ്, പിഗ് കാര്യങ്ങളൊക്കെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം വൈൽഡ് ആനിമൽസ് ആയിട്ടുള്ള സാമ്പാർ, ബർസിംഗ, സ്പോട്ടഡ് ഡിയർ, ഇതൊക്കെ ഡിയർ വെറൈറ്റി ആണ്. ഹെയർ എന്ന് പറയുന്നത് ഒരു വൈൽഡ് കൈൻഡ് ഓഫ് റാബിറ്റ് ആണ് ആക്ച്വലി. പിന്നെ പോക്യുപൈൻ, നമ്മുടെ മുള്ളമ്പന്നി. മോണിറ്റർ ലിസാർഡ് എന്ന് പറയുന്നത് ഉടുമ്പ് എന്നാണ് റീജിയണലി ഞാനൊക്കെ പറയാറ്. ആ ഒരു ജീവി കാര്യങ്ങളെയൊക്കെ ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമാണ് ഇവരൊക്കെ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഓർത്ത് വെച്ചാൽ മതി. ഫുഡ് ഹണ്ടറിൽ നിന്ന് ഫുഡ് ഗാദറിലേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോട്ട് കാര്യങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ലല്ലോ അവർ പോട്ടറി ഒക്കെ ഉണ്ടാക്കുന്നത്, കുക്ക് ചെയ്യാനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ അത്തരത്തിലും കൂടെ ചിന്തിക്കണം. ഇങ്ങനെ പോയിന്റ് പഠിച്ച്, ഇപ്പൊ ഈ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഓക്കെ അവർ പോട്ടറി കിട്ടിയ സ്ഥിതിക്ക് അവർ കുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് തന്നെ അവിടെ പറയുന്നത്, അവർ ഫുഡ് ഹണ്ടേഴ്സിൽ നിന്ന് ഫുഡ് ഗ്യാദറേഴ്സ് ആയി മാറി. അത് കളക്ട് ചെയ്യാനും അത് കുക്ക് ചെയ്ത് കഴിക്കാനും
അങ്ങനെയുള്ള ആളുകളായി മാറി. ഇപ്പോഴും അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. എക്സെപ്ഷൻസ് ഉണ്ടാകും ചില സൈറ്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇടത്തൊക്കെ ഉണ്ടാകും. കാരണം ഞാൻ പറഞ്ഞു എല്ലായിടത്തും ഒരേപോലെ ആവണം എന്നില്ല. ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയി വരുമ്പോൾ ഒരു കാറ്റഗറിയിലേക്ക് ഉള്ളിലേക്ക് ഇവരെ ഇടുക എന്നാണ് ചെയ്യുന്നത്. പക്ഷെ ജനറലി ഇപ്പോഴും എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഈ ടൈനി സ്റ്റോൺ ടൂൾസും ആരോ ഹെഡ്സും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും കയ്യിൽ വെച്ചിട്ട് അല്ല അവർ ഉപയോഗിക്കുന്നത്. വല്ല വുഡിലോ ബോൺ സിക്കിൾസിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അതിലാണ്. ഇപ്പൊ നമ്മള് തന്നെ വീട്ടില് നീളത്തിലുള്ള മരത്തില് കത്തിയൊക്കെ കെട്ടിയിട്ടല്ലേ നമ്മള് വല്ല മാങ്ങ പറിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ അവര് ഈ ടൂൾസ് ഒക്കെ എടുത്തിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള വുഡൻ ആയിട്ടുള്ള കാര്യങ്ങളിലും സിക്കിൾസിലൊക്കെ വെച്ചിട്ടാണ് അവര് അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്രോപ്സ് കട്ട് ചെയ്യാൻ, അതുപോലെ ഹണ്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. റോക്ക് കട്ട് പെയിന്റിങ്സ് ഇവിടെ ഒരു കോമൺ ഫീച്ചർ ആയിട്ട് വരികയാണ്. അതായത് കേവ്സിലും റോക്കിന്റെ മേളിലും ഇവര് കോറിയിടാനും വരച്ചിടാനും ചെയ്യും. എടക്കൽ കേവ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എടക്കൽ ഗുഹയിലൊക്കെ അത് നിയോലിത്തിക് ആണ് ആക്ച്വലി. പക്ഷെ അതാണ് സംഭവം. ഏകദേശം നിങ്ങൾ ഓർക്കുക, അതിൽ നിയോലിത്തിക്കും മേ ബി മെസോലിത്തിക് ഉണ്ടാവും. കാരണം പണ്ടൊരാള് വരച്ച ചുമരില് ഇപ്പൊ വേറൊരാള് വന്ന് വരയ്ക്കില്ല എന്നൊന്നും ഇല്ലല്ലോ. സോ ഫസ്റ്റ് ഇത് ബിഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പോപ്പുലർ ആവുന്ന ഫേസ് എവിടെയാണ്? മെസോലിത്തിക് ഏജിലാണ്. റോക്കറ്റ് പെയിന്റിങ്സ് ഇവരുടെ നമ്മുടെ സിനിമകളിലും മറ്റു പലതിലും കാണുന്നില്ലേ? മൃഗങ്ങളുടെ ഒക്കെ രൂപം ഏകദേശം ഒരു ട്രയാങ്കുലർ ഫോമിലൊക്കെ ആയിരിക്കും. ഇന്നത്തെ പോലെയല്ല, ചെറിയൊരു വലുപ്പത്തിലൊക്കെ ആളുകൾ അവരുടെ രൂപം, മൃഗങ്ങൾ അവർ പേടിക്കുന്നതോ സൂര്യനോ തീയോ അല്ലെങ്കിൽ മഴയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരച്ചു വെക്കുന്ന ഒരു പരിപാടിയില്ലേ? അതാണ് ഈ റോക്കറ്റ് പെയിന്റിങ്സ്. അത് പോപ്പുലർ ആവുന്നത് ഏത് ഫേസിലാ? മെസോലിത്തിക്ക. അപ്പൊ പോപ്പുലർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. അത് അപ്പർ പാലിയോലിത്തിക്കിലാണ്. അപ്പർ പാലിയോലിത്തിക്കില്ലേ നമ്മുടെ മെസോലിത്തിക്കിന്റെ തൊട്ട് മുൻപുള്ള ഫേസാ. സോ ചില ഇടങ്ങളിൽ അപ്പർ പാലിയോലിത്തിക്കിലും റോക്കറ്റ് പെയിന്റിങ്സ് കാണുന്നുണ്ട്. പക്ഷേ അത് പോപ്പുലർ ആകുന്നത് മെസോലിത്തിക്കിലാണ്. ഞാനത് വീണ്ടും എടുത്തു പറയാൻ കാരണം ഒരു നെറ്റ് എക്സാമിന് റോക്കറ്റ് പെയിന്റിങ്സ് നിന്ന് മാച്ച് ദ ഫോളോയിങ് വന്നിട്ട് അതിന്റെ ആൻസർ ആക്ച്വലി വരുന്നത് അപ്പർ പാലിയോലിത്തിക് ആയിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ അപ്പർ പാലിയോലിത്തിക്കിൽ തന്നെ റോക്കറ്റ് പെയിന്റിങ്സ് വന്നിട്ടുണ്ട്. പക്ഷെ പോപ്പുലർ ആവുന്നത് മെസോലിത്തിക് ആണെന്നുള്ളത് ഓർക്കുക. ഇനി ഈ പേരുകള് നിങ്ങൾ ഈ 4 പേരുകൾ തൽക്കാലം ഓർത്ത് വെക്കുക. ഭാവിയിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത് പറയാം. ഈ 4 പേരുകളും മെസോലിത്തിക് കാലഘട്ടങ്ങളിൽ ബറിയൽസ് കണ്ടെത്തിയിട്ടുള്ളതാണ്. മനുഷ്യ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിന് ഇത്രയും പ്രധാനം വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹിസ്റ്ററിയിൽ ബറിയൽസ്, സെമിട്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഒന്ന്, അവരെങ്ങനെയുള്ള തരത്തിലാണ് കൊന്നിട്ടാണോ, അതോ എന്റെ അസുഖം വന്നിട്ടാണോ, അതോ സ്വാഭാവികമായി മരിച്ചതാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. 2, ആളുകളുടെ വിശ്വാസം ഒറിജിനേറ്റ് ചെയ്യുന്ന പലയിടങ്ങളിലും. അതായത് മനുഷ്യന്റെ വിശ്വാസം തുടങ്ങുന്നത് ശരിക്കും ലൈഫ് ആഫ്റ്റർ ഡെത്തിലുള്ളതും അവരുടെ പേടിയും കാര്യങ്ങളിലൊക്കെയാണ് ഈ വിശ്വാസവും പല കാര്യങ്ങളും ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ പല ബറിയൽസിന്റെ കൂടെയും ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ അവർക്ക് യൂസ് ചെയ്യാൻ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വെച്ചതായിരിക്കാം. അപ്പോ അവരുടെ റിലീജിയന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ തുടക്കം ഈ ഒരു ബറിയലിലാണ്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ്. പിന്നെ ഓഫ് കോഴ്സ് ആ ഒരു ജോഗ്രഫി. ഇപ്പം നമ്മുടെ മെഗാലിത് മഹാശിലായുഗത്തില് ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏൺ ബറിയൽസ് നന്നങ്ങാടി എടുത്തതിന്റെ കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ അവിടെ കുഴിച്ചിടാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ ചില മലയുടെ മുകളിലൊക്കെ കല്ലുകൾ വെച്ചിട്ട് മെൻഹിറും അല്ലെങ്കിൽ റോക്കറ്റ് കേവ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ കാരണം, ഇത് ഞാൻ ജനറലി ഒരു ഐഡിയ പറയുകയാണ്, നമുക്ക് മെഗാലിത്ത് ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ ഇല്ല. സോ അങ്ങനെ വെക്കാൻ കാരണം ആ പാറപ്പുറത്ത് അതേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഈ ബറിയൽസിന്റെ കേസ് വരുമ്പോഴും ജോഗ്രഫിക്കൊക്കെ അനുസരിച്ചാണ് പലയിടങ്ങളിലും ബറിയൽസ് ഒക്കെ വരുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ബറിയൽസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ബാക്ക് ടു ദ പോയിന്റ്, സരായ്നാരെ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്ന്
അത്യാവശ്യം കുറച്ച് ബറിയൽസ്. അത് പതുക്കെ നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. മഹാദാഹ എന്ന് പറയുന്ന അടുത്തൊരു സൈറ്റിലും ഇതുപോലെ ബറിയൽസ് ലഭിച്ചിട്ടുണ്ട്. ഈ മഹാദാഹയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ആഫ്റ്റർ ഡെത്ത് പോലെ അതിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം ഈ ബറി ചെയ്ത മൃതദേഹത്തിന്റെ കൂടെ ടൈനി സ്റ്റോൺ ടൂൾസ്, മൈക്രോലിത്ത്, ഈ കാലഘട്ടത്തിലെ ടൂൾസ്, ഷെൽസ്, അതുപോലെ അനിമൽ ബോൺസ് എന്തോ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ വെച്ചതോ അങ്ങനെയുള്ള കുറച്ച്, ഒക്രെ എന്ന് പറയുന്നത് അവരുടെ പോട്രി കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള അതിന്റെയൊക്കെ പല പീസസ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ദംദാമ എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലെ ബറിയൽസ് ലഭിച്ചിട്ടുണ്ട്. അതില് ഐവറി പെൻഡന്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഐവറി എന്ന് പറയുന്നത് ആനക്കൊമ്പാണ്. അതിന്റെ ഒരു ലോക്കറ്റ് പെൻഡന്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇവര് റൈസ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതിന്റെയും എവിഡൻസ് ലഭിക്കുന്നുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞു, ആക്ച്വലി ഈ പീരീഡ് അല്ല എക്സ്ക്ലൂസീവ്ലി അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ദംദാമയിൽ നിന്നൊരു എക്സംഷൻ കേസ് പോലെ റൈസിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ലഖാക്കിയ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. ഇവിടെ എക്സ്റ്റെൻഡഡ് ബറിയൽസ് ആണ് ലഭിച്ചിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് ബറിയൽസ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് മൃതദേഹം സംസ്കരിച്ച് അത് ഏകദേശം അസ്ഥിയൊക്കെ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ സംസ്കരിച്ച അസ്ഥിയൊക്കെ ആകുന്ന സമയത്ത് ആ ഫൈനൽ കിട്ടുന്ന ആ ഒരു റിമെയിൻസ് എല്ലാം കൂടെ എടുത്തിട്ട് മറ്റൊരിടത്ത് സംസ്കരിക്കുന്നതിനാണ് എക്സ്റ്റെൻഡഡ് ബറിയൽ എന്ന് പറയുന്നത്. ആ വാക്ക് ഇനി നമുക്ക് പലയിടങ്ങളിലും ആവശ്യമുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കണം. സോ സെറായി നഹറെ, മഹാദാഹ, ദംദാമ, ലഖാക്കിയ ഇതൊക്കെ മെസോലിത്തിക് ബറിയൽസ് കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇനി മേജർ സൈറ്റ്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും NTA അല്ലെങ്കിൽ നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കാലങ്ങളോളം വന്ന സൈറ്റ് ബാഗോർ ആണ്. ബാഗോർ രാജസ്ഥാനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ബാക്കി പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ലോട്ടേശ്വർ ഒന്ന് ശ്രദ്ധിക്കുക. ലോട്ടേശ്വർ ഗുജറാത്ത്, ദെൻ ആധംഗഡ് മധ്യപ്രദേശ്, ഭിംബേറ്റ്ക മധ്യപ്രദേശ്, ചോപ്നി മണ്ടോ ലഖ്നൌ അത് രണ്ടും ശ്രദ്ധിക്കണം ഗുജറാത്ത്, രംഗ്പൂർ സെൻട്രൽ ഇന്ത്യ അത് നോക്കണം. പിന്നെ സൗത്തിലോട്ട് വരുവാണെങ്കിൽ തങ്കനക്കല്ല് ബെല്ലാരിയിലുള്ള സ്ഥലമാണ്. റായ്ചൂർ റീജിയൻ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാഗാർജുനകൊണ്ട, ആദിലാബാദ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം അതൊക്കെ ഒന്ന് പഠിക്കുക, ബാക്കിയുള്ളവരെ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നോട്ട്സ് ഉണ്ടാക്കണ്ടെന്നൊക്കെ. അതില് ഇതൊക്കെ കുറച്ച് ടഫുള്ള ഭാഗമാണ്. ഇപ്പൊ നോട്ട്സ് അല്ലാതെ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് ഡെയിലി കാണുന്നിടത്ത് എവിടെയെങ്കിലും വെച്ച് ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു ടേബിൾ ആയിട്ടോ. നമ്മൾ ഈ ഹിസ്റ്ററിക്കാർക്ക് ആക്ച്വലി സ്മാർട്ട് ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. അപ്പോ നമ്മളത് ഉണ്ടാക്കി പഠിക്കണം. അതായത് കോളം വരച്ചിട്ടോ ടേബിൾ ആക്കിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കുറേ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്നതിന് പകരം പെട്ടെന്ന് കണ്ണിലെത്തുന്ന തരത്തിൽ ഒരു ടേബിൾ ആക്കിയിട്ടോ മെഗാലിത്തിക് സൈറ്റ്സ്, മെസോലിത്തിക് അല്ലെങ്കിൽ പാലിയോലിത്തിക് സൈറ്റ്സ് അല്ലെങ്കിൽ നിയോലിത്തിക് ടൂൾസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ആക്കിയിട്ട് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോട്ട്സ് ഒന്നും നിലവിൽ ആവശ്യമില്ല. ഓക്കെ, ഇത് ആണ് മെസോലിത്തിക് ടൂൾസ്. ഇതില് ട്രയാങ്കിൾസ് ആദ്യം ഞാൻ പറഞ്ഞതാണ്, ദെൻ ട്രാപ്പസ്, ദെൻ ലൂനേറ്റ്സ്, ബ്ലേഡ്ലെറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ താഴ്ഭാഗത്ത് ഈ കാണുന്നതാണ് ഒരു സിക്കിളാണ്. ആദ്യത്തെ ഒരു അരിവാളിന്റെ ഒക്കെ ഒരു ആദ്യത്തെ രൂപമാണ് ഇത്. വേറൊരു കൈൻഡ് ഓഫ് സിക്കിളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ ഇതൊരു ഹാർഡ്കോർ മൗണ്ടഡ് വിത്ത് ട്രയാങ്കിൾസ്. നമ്മൾ ആ പറഞ്ഞ പല കാര്യങ്ങളും കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വരുന്ന പല രൂപങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇതിനൊന്നും ആവശ്യമില്ല, പക്ഷെ ആ പറഞ്ഞ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. ഇത് എന്താ ഈ പേരുകളൊക്കെ ഇങ്ങനെയെന്ന്. അതാണ് ഇത് എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി കളർ ഫോട്ടോ ആണ്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഭൂപീന്ദർ സിംഗ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പേജുകൾ മറിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം കേട്ടോ. ഇത് ഞാൻ അതിൽ നിന്ന് എടുത്തതാണ്, അതിൽ കൂടുതലൊന്നുമില്ല. സോ ഇത് അതിന്റെയൊക്കെ ഒരു കളർ ഫോട്ടോയാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മെസോലിത്തിക് ഭാഗത്ത് നിന്ന് നമ്മൾ പാലിയോലിത്തിക് പറഞ്ഞു, ഇനി മെസോലിത്തിക് പറഞ്ഞു. അതിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടോ? എല്ലാരും ഇല്ലേ അവിടെ?
ആരും ഒന്നും പറയുന്നുമില്ല. ഞാനാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഭാഗമാണെ കുറച്ച് പണിപ്പെട്ട ഒരു ഭാഗമാണ്. അറ്റ്ലീസ്റ്റ് എല്ലാവരും ചാറ്റിലെങ്കിലും ഒന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ ഉണ്ടോ നോക്കട്ടെ. ആ മാം ഉണ്ട്. റോഷിത ഉണ്ട്, ദേവനന്ദ, യെസ്, ഓക്കെ, ഷഹാന. ആരും ഉറങ്ങരുത്. നമുക്ക് ഇനിയും കുറച്ചുകൂടെ തീർത്തിട്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നിയോലിത്തിക്ക് തീരുന്നത്ര തീരട്ടെ, നമുക്ക് തിരക്കിട്ട് തീർക്കണ്ട. എന്നിട്ട് നമുക്ക് ചെയ്യാം. മെസോലിത്തിക്കില് ഇങ്ങനെ ഒരു ചോദ്യമാണ്. നെറ്റിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following is the largest Mesolithic habitation site known in India? ലാർജസ്റ്റ് മെസോലിത്തിക് ഹാബിറ്റേഷൻ സൈറ്റ് ആണ്. ഞാൻ പറയുന്നത് ഓരോ വാക്കും ശ്രദ്ധിക്കണം, എന്താ ചോദിച്ചതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിട്ടേ പോവാവുള്ളൂ. ഇത് പഠിച്ചത് കൊണ്ട് ഈ ബാഗോർ തന്നെ ഇനിയിപ്പോ വേറൊരു ഓപ്ഷൻ വരുമ്പോഴേക്കും കയറി ബാഗോർ പോയി ടിക്ക് ചെയ്യരുത്. എന്താ ചോദിച്ചത് നോക്കുക. മെസോലിത്തിക് ആണോ, നിയോലിത്തിക് ആണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ ചോദിച്ചത് നോക്കുക. ഇവിടെ ആൻസർ ബാഗോർ ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ മെസോലിത്തിക് പീരീഡില് ജനറലി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഓഫ് ദ മെസോലിത്തിക് പീരീഡ്? ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ട്രൂവും ഫോൾസും ആണോ ചോദിക്കും. പെട്ടെന്ന് ഉത്തരം അറിയാന്ന് വിചാരിച്ച് ട്രൂ ആണോ ചോദിച്ചത് ഫോൾസ് ആണോ എന്ന് നോക്കാതെ നമ്മൾ പോയിട്ട് ഉത്തരം എഴുതാൻ പോകും. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യം തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, അതായത് സോറി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ചിലപ്പോ ഇതിലും വലിയ സെന്റൻസസ് തരും, 1 2 3 4 പറഞ്ഞിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആയതോ അല്ലെ കറക്റ്റ് അല്ലാത്തതോ ചൂസ് ചെയ്യാൻ പറയും. അപ്പൊ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? ഇതില് നമ്മൾ അസർഷൻ റീസൺ പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് എന്നാണ്. നമുക്ക് ഉത്തരം അറിയും എന്നല്ല നമുക്ക് ഉത്തരം അറിയുമെന്നല്ല അവർ ചോദിക്കുന്നത്. അവർക്ക് ആവശ്യം എന്താ? ചിലപ്പോൾ തെറ്റ് കണ്ടുപിടിക്കാനായിരിക്കും അവർ പറയുന്നത്. ഇതിന് തെറ്റ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ചിലതിൽ അവർ ശരി കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്താ തന്നതെന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ്, മൈക്രോലിത്സ് ആർ ഫൗണ്ട് ഇൻ ജനറൽ മെസോലിത്തിക് പീരീഡിന്റെ പെക്യുലാരിറ്റീസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് പറയാം. തെറ്റുവാണെങ്കിൽ തെറ്റിക്കോട്ടെ. നിങ്ങൾ പേരൊന്നും ഞാൻ വിളിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ടോർച്ചർ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവര് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. മെസോലിത്തിക് പീരീഡിൽ മൈക്രോലിത്ത് ജനറലി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ടൈനി സ്റ്റോൺ ടൂൾസ് ജനറലി കാണുന്നുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ അല്ലേ? ആരാത് പറഞ്ഞത്? റോഷിത? ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ. ഓക്കെ റോഷിത, ശരിയാണ്, അത് ശരിയാണ്. അപ്പം ജനറൽ ആയിട്ട് മെസോലിത്തിക് പീരീഡിൽ കാണുന്നുണ്ട്. 2, ബാഗോ, ലഖ്നജ്, ഭിംബേറ്റ്ക ഒക്കെ ചില ഇമ്പോർട്ടന്റ് സൈറ്റ്സ് ആണ്. അത് ട്രൂ ഓർ ഫോൾസ്? അത് ശരിയാണോ തെറ്റാണോ? ബാഗൂർ, ലഖ്നജ്, ഭിംബേറ്റ്ക. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആന്ന് തോന്നുന്നുണ്ട്. അല്ല, ട്രൂ ട്രൂ തന്നെ. ട്രൂ ആണ് ഋഷിത, അതും ശരിയാണ്. വേറെ ആരും ഇല്ലേ? ഓക്കെ, അത് ഞാൻ മൂന്നാമത്തത് പറയാണ്. ആരെങ്കിലും ഒരാള് അത് ആൻസർ ചെയ്യണേ. ബോൺസ് ഓഫ് വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആർ ഫൗണ്ട്. നമ്മൾ ആനിമൽസിന്റെ പേര് വരെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇത് ആർക്ക് വേണ്ടി നിങ്ങൾ ഒരാളത് ആൻസർ ചെയ്യുക. ബോൺസ് ഓഫ് വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആർ ഫൗണ്ട് മെസോലിത്തിക് പീരിയഡിൽ പറയും. യെസ് സുരയ്യ, കറക്റ്റ് ആണ്, അതും ശരിയാണ്. അപ്പൊ ഇനി ലാസ്റ്റ് വൺ, റോക്ക് പെയിന്റിങ്സ് ആർ അവൈലബിൾ ഫ്രം ദിസ് പീരിയഡ്. അത് ട്രൂ ഓർ ഫോൾസ്? അതും ട്രൂ അല്ലേ? യെസ് സുരയ്യ, റൈറ്റ്. രണ്ടുപേരാണ് അത് ആൻസർ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും ആരും പറയാത്തത്. പക്ഷെ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോ ആൻസർ ചെയ്തത് അത്യാവശ്യം ഒരു മീഡിയം ടു ടഫസ്റ്റ് ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തത്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു
അത്യാവശ്യം നെറ്റിന്റെ അല്ലെങ്കിൽ NTA സ്റ്റാൻഡേർഡിൽ ചോദിച്ചതാണ്. ഇത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും അല്ലാതെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയാണ് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് ഒരു ടാസ്ക് പറഞ്ഞില്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളതായിട്ടുള്ള യുക്തി ഉണ്ടാക്കുക, അത് പഠിക്കുക. ചിലതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് അത് പഠിക്കാം. അപ്പൊ അത് ഏത് തരത്തിലായാലും കുഴപ്പമില്ല. സോ അഗെയിൻ ബാഗോർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറൊരു തരത്തിൽ വേറൊരു വർഷം നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് ഇസ് നോൺ ഫോർ മാസ് പ്രൊഡക്ഷൻ ഓഫ് മൈക്രോലിത്സ്? ബാഗോർ ആണ് ഇതിന്റെയും ആൻസർ വരുന്നത്. അടുത്തത് നിയോലിത്തിക് ആണ്. പാലിയോലിത്തിക് നമ്മൾ കഴിഞ്ഞു. അതിന്റെ 3 ഫേസസ് പറഞ്ഞു. ദെൻ മെസോലിത്തിക് നമ്മൾ പറഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റോൺ ഏജിലെ മൂന്നാമത്തെ ഫേസ് അല്ലെ സ്റ്റോൺ ഏജിന്റെ ലാസ്റ്റ് ഫേസ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫേസ് ആണ് നിയോലിത്തിക്. നമുക്കൊരു 8:55 വരെ ഇത് പറയാം. ബാക്കി നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. നമുക്ക് അതിന് ജനറലി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് മൊത്തം എടുത്ത് തീർക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. സോ നിയോലിത്തിക് ഏജ് ഇന്ത്യയിൽ ജനറലി വരുന്നത് 7000 മുതൽ 1000 BC വരെയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അതെങ്ങനെയാ ശരിയാവുക? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ 2500 BC-ലല്ലേ? ഒന്നുമില്ല, വേദിക് ഏജ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ അപ്പോഴേക്കും ഒക്കെ? ശരിയാണ്. ഇതിന്റെയും യുക്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിയോലിത്തിക് സ്റ്റാർട്ട് ചെയ്തത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ നടക്കുന്നല്ലേ, ഇൻഡസ് വാലിയുടെ ഒക്കെ ലാസ്റ്റ് ഫേസിലൊക്കെ സൗത്ത് ഇന്ത്യയിൽ ശരിക്കും നിയോലിത്തിക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇൻഡസ് വാലി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണെന്നും കൂടെ ഓർക്കുക. അത് നിയോലിത്തിക് ആയിട്ട് ബന്ധം പോലും ഇല്ല. അപ്പൊ ഒരിടത്ത് അത്രയും അഡ്വാൻസ്ഡ് ആവുമ്പോഴും മറ്റൊരിടത്ത് അത് അഡ്വാൻസ്ഡ് അല്ലാത്ത അവസ്ഥയും ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് തന്നെ. ഏകദേശം റൗണ്ട് ചെയ്ത് പറയുമ്പോൾ 7000 to 1000 BC ആണ് നമ്മൾ പറയുന്നത്. നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ന്യൂ സ്റ്റോൺ ഏജ് എന്നുള്ളൊരു മീനിങ് ആണ്. നിയോ മീൻസ് ന്യൂ ആൻഡ് ലിത്ത് സ്റ്റോൺ, സോ ഇറ്റ് ഇസ് നോ ന്യൂ സ്റ്റോൺ ഏജ് ആണ്. സോ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നേരത്തെ ബാഗോർ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും ഫസ്റ്റ് പറയേണ്ട പേരാണ് മെഹർഗഡ് എന്നുള്ളത്. ബലൂചിസ്ഥാൻ പ്രൊവിൻസിലുള്ള, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലുള്ള മെഹർഗഡ് ആണ് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ഒരു സൈറ്റ്. നിങ്ങളെ സ്ലൈഡിൽ ചിലയിടങ്ങളിൽ BC മാത്രം കാണുക, അത് BCE എന്നാക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് മാക്സിമം ഞാൻ അത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ എടുത്ത റെഫറൻസിൽ BC ആയിരിക്കും. പഴയ ബുക്സ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്, അപ്പൊ അത് മാറ്റാൻ ചിലതൊന്നും പറ്റിയിട്ടില്ല. അതാണ് ഈ കാണുന്നത്. അത് നിങ്ങൾ തിരുത്തി വായിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും BC തന്നെ ആയിരിക്കും തരിക. അപ്പോ അത് ഓക്കെയാണ്. BCE ആയാലും BC ആയാലും കറക്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഫോമിൽ ഇപ്പം BCE ആണ് യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. അല്ലാതെ അത് രണ്ടും രണ്ടല്ല. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പേര് പിന്നീട് എന്നോട് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ആദ്യം പറയുന്നത് അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്. ക്വസ്റ്റ്യനിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അത് ഒന്നാണ് എന്നുള്ളൊരു മീനിങ് അത് വേണം. AD പറയുമ്പോൾ CE ആണ് BCയുടെ കൂടെ വരിക. സോ AD ആൻഡ് CE ഈക്വൽ ആണ്, സെയിം ആണ്. അതുപോലെ BCE ആൻഡ് BC രണ്ടും സെയിം ആണ്. അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ബെസ്റ്റ് ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ BCEയും അതായത് ബിഫോർ കോമൺ ഇറയും ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ മെഹർഗഡ് ആണ് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സൈറ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ വരുന്നത്. 7000 BC കാലഘട്ടത്തിൽ തന്നെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലാണ് അത് വരുന്നത്, പാകിസ്ഥാനിലാണ്. സോ മെഹർഗഡ് ബോലൻ റിവറിന്റെ വാലിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ബോലാൻ, ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ കാര്യങ്ങളൊക്കെ. ഇൻഡസ് പ്ലെയിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ സെറ്റിൽമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും വരുന്നത്. സിന്ധു ആണ് ഈ ഇൻഡസ് എന്ന് പറയുന്ന റിവർ ഇൻഡസ് ആണ് മീൻ ചെയ്യുന്നത്. ലാർജസ്റ്റ് നിയോലിത്തിക് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്, മെഹർഗഡിലുള്ള സെറ്റിൽമെന്റ്.
ഇവര് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആ കാലഘട്ടത്തില്. ഒപ്പം സിറിയൽസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. സോ അതോടുകൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു കാലഘട്ടത്തിലാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 5500 BC കാലഘട്ടത്തിൽ തന്നെ ഇവർ അഗ്രികൾച്ചർ കാര്യങ്ങളുടെയൊക്കെ എവിഡൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫ്ലഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അതിപ്പോ ഇൻഡസ് വാലി പീപ്പിൾ ആണെങ്കിലും, ഇവർക്ക് ശേഷം വന്ന ഇൻഡസ് വാലി പീപ്പിൾ ആണെങ്കിലും ഒരു ഫ്ലഡ് കഴിഞ്ഞാലാണ് ഇവർ കൃഷി ഇറക്കുക. കാരണം അത്രയും ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിൽ, ജോഗ്രഫി ഒക്കെ പഠിച്ചവർ കേട്ടിട്ടുണ്ടാകും. അല്ലാത്തവരാണെങ്കിലും ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യും ലാൻഡിൽ. അത് വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതേ മെത്തേഡൊക്കെ തന്നെയാണ് ഇവർ ഏകദേശം യൂസ് ചെയ്തത്. സോ ഇവരായിരിക്കാം ചിലപ്പോൾ ഇൻഡസിന്റെ പൂർവികരായിട്ട്. അതൊക്കെ ഇൻഡസ് പീപ്പിൾ അത് പഠിച്ചിരിക്കുന്നത് ഇവരിൽ നിന്നായിരിക്കും. ഈ ഒരു മെത്തേഡ് ട്രഡീഷണലി ഫോളോ ചെയ്ത് വന്നതായിരിക്കാം. ഇവർ ബോൺ ടൂൾസ്, സ്റ്റോൺ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്. വീറ്റ്, ബാർലി കൾട്ടിവേഷൻ നിയോലിത്തിക് പീപ്പിൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അവർ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഐറ്റംസ് വീറ്റ് ആൻഡ് ബാർലി ആണ്. റൈസ് അല്ല, ഓർക്കണം, വീറ്റ് ആൻഡ് ബാർലി ആണ്. കാറ്റൽ, ഷീപ്പ്, ഗോഡ്സ് കാര്യങ്ങളൊക്കെ അവര് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാനറീസ് ഉണ്ട് ഇവർക്ക്. കൃത്യമായിട്ട് അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള അഗ്രികൾച്ചറൽ ഈൽഡ്, അവരുടെ സർപ്ലസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാനറീസ് ഉണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് അവര് ഗ്രാനറീസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചറിന്റെ എക്സ്പാൻഷനും പോട്രിയുടെ പ്രോഗ്രസും ഏകദേശം 4500 3500 കാലഘട്ടം ആവുമ്പോഴേക്കും കാണാനും സാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നു, പോട്രി എക്സ്പാൻഡ് ചെയ്യുന്നു. 3500 BC എന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ തൊട്ടപ്പുറത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ചാൽക്കോലിത്തിക് പീരീഡ് എമേർജ്ഡ് ആവുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏകദേശം കാലഘട്ടങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്കും കൂടെയാണ് അത് വരുന്നത് എന്ന് ഓർക്കണം. ആളുകൾ 5000 BC മുതൽ ഏകദേശം പോട്രി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പോട്രി ഉണ്ടാക്കാൻ ഈസി ആക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പോട്ടേഴ്സ് വീല്. അത് അതിന്റെയും ശേഷമാണ് 4500. നിങ്ങൾക്ക് അറിയാലോ, ഈ BC എന്ന് പറയുന്നത് താഴോട്ടേക്കാണ് വരുന്നതെന്ന് നമുക്കറിയില്ലേ? അതെല്ലാവർക്കും അറിയുന്നതാണ് എന്റെ വിശ്വാസം. അതായത് 5000 കഴിഞ്ഞ് 5001 അല്ല വരിക, 4999 വരിക. താഴേക്കാണ് BC വരിക. ഇന്നത്തെ നമ്മുടെ AD അല്ലെങ്കിൽ CE ആണ് ഈ മുന്നോട്ട് പോകുന്നത്. 2024 കഴിഞ്ഞ് 25 ആവുന്നത്. BCE എപ്പോഴും താഴേക്കാണ് വരുന്നത്. അതായത് ഏകദേശം 5000 BCE എന്ന് പറയുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കട്ടെ. 5000 BC എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്ന, നമ്മളിപ്പോ ഒരു 2000-ലാണ് ജീവിക്കുന്നതെങ്കിൽ എത്ര വർഷം പഴക്കമുണ്ടാവും ഈ 5000 BC എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നതിൽ നിന്ന്? ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ ഞാൻ ടോർച്ചറിങ് ക്വസ്റ്റ്യൻ അല്ലത്. അതായത് 5000 BC-യിൽ ജീവിച്ച 5000 BC എന്ന് പറയുന്നത് നമ്മുടെ 2000 ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എത്ര വർഷം പഴക്കുണ്ടാവും? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം പറയാനുണ്ടോ? എത്ര? 7000 ആണോ പറഞ്ഞത്? അതെ, തഷീൽ, പുതിയ ഒരു ആൺകുട്ടി ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ബോയ്സിന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. തഷീൽ ശരിയാണ്, 7000 വർഷങ്ങളെ പഴക്കാ വരും. ആ ഒരു കഥ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാല് 2000-ലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഞാൻ 2025 പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനാണ് ഞാൻ 2000 പറഞ്ഞത്. അതായത് 2000 വർഷവും ഒപ്പം നമ്മൾ ഈ 5000 കൂട്ടുകയും വേണം. എന്നിട്ടാണ് നമ്മൾ 7000-ലേക്ക് എത്തുന്നത്. ഇത് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ല. പ്രീവിയസിലൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ മാത്സ് അപ്ലൈ ചെയ്യാൻ തരാറുണ്ട്. അതൊരു കോമൺ സെൻസിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. അതിപ്പം ഒരു ഇന്ന വർഷം എന്തെങ്കിലും ആരെങ്കിലും ജനിച്ചു, അപ്പൊ എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല ഇതുവരെ. നെറ്റിലും ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ 7000 വർഷത്തെ പഴക്കമാണ് ഈ പറയുന്നത് 5000 BC എന്ന് പറയുമ്പോൾ. സോ 4500 BC-യിലാണ് പോട്ടേഴ്സ് വീല് കണ്ടെത്തിയിരിക്കുന്നത് ഈ നിയോലിത്തിക് കോണ്ടെക്സ്റ്റില്.
ഏകദേശം ഹക്ര ഭാഗത്തൊക്കെ ഏകദേശം 47 ലേറ്റ് നിയോലിത്തിക് സെറ്റിൽമെന്റ്സ് തന്നെ കാണുന്നുണ്ട്. അത് ഇൻഡസിന്റെ ഭാഗമാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ നടന്ന സ്ഥലമാണ്. സോ തീർച്ചയായും ലേറ്റർ നിയോലിത്തിക് സെറ്റിൽമെന്റ്സും അതുപോലെ ചാൽക്കോലിത്തിക് സെറ്റിൽമെന്റ്സും ഒക്കെ പിൽക്കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള സ്ഥലം കൂടെയാണ് ഇത് എന്ന് നിങ്ങൾ ഓർക്കണം. ഗ്രാജുവലി ഈ ഒരു സെറ്റിൽമെന്റ്സ് ആണ് ഇൻഡസിലേക്ക് നയിച്ചത് എന്നാണ് ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അതിലേക്ക് നയിച്ചിരിക്കുന്നത്. ടൂൾസ് പറയുകയാണെങ്കിൽ സ്റ്റോൺ ആക്സസ്, പ്ലേറ്റ്, എഡ്ജ് ഗ്രൗണ്ട്, ഫുള്ളി ഗ്രൗണ്ട് ആൻഡ് പെക്ട്, ഡ്രസ്ഡ് ഹാമർ പോലുള്ള കാറ്റഗറിയിലൊക്കെയാണ് വരുന്നത്. പ്രധാനമായും ആക്സിന്റെ 5 കാറ്റഗറീസ് ആണ് നമ്മൾ ഈ ഒരു കാലഘട്ടം. നിയോലിത്തിക്കിന് 5 ടൈപ്പ് ഓഫ് ആക്സ് ആണ് പ്രധാനമായും പറയുന്നത്. അത് ജോഗ്രഫി ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. അതിലൊന്ന് നോർത്തേൺ ഗ്രൂപ്പ് ആണ്, അത് കാശ്മീർ വാലിയിലൊക്കെ വരുന്നത്. 2 സതേൺ ഗ്രൂപ്പ് ആണ്, അതായത് ആ സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ആക്സസ് ആണ്. അപ്പൊ ആ ജോഗ്രഫി ഒന്ന് പഠിക്കുക. 3 ഈസ്റ്റേൺ ഗ്രൂപ്പ് ആണ്, 4 സെൻട്രൽ ആൻഡ് 5 ഈസ്റ്റേൺ സെൻട്രൽ ഗ്രൂപ്പ് ആണ്. ഇത് ഏതൊക്കെയാണെന്ന് അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നോർത്ത്, സതേൺ, ദെൻ ഈസ്റ്റേൺ ഗ്രൂപ്പ്, സെൻട്രൽ ഗ്രൂപ്പ്, ഈസ്റ്റേൺ സെൻട്രൽ ഗ്രൂപ്പ്. ഇത്രയും ജോഗ്രഫിക്കലി ആണ് ഈ പ്രധാനപ്പെട്ട 5 ഗ്രൂപ്പും വരുന്നത്. ഇന്ത്യയില് ഏർലിയസ്റ്റ് എവിഡൻസ് മെഹർഗഡിൽ നിന്ന് മാത്രമല്ല ആ ഭാഗത്ത് നിന്ന് മൊത്തം വരുന്നുണ്ട്. ബലൂചിസ്ഥാൻ ഏരിയയിൽ നിന്നാണ് ആ ഒരു നിയോലിത്തിക് കോംപ്ലക്സ് ബലൂചിസ്ഥാൻ ഏരിയ എന്നാണ് പറയുന്നത് ഏർലിയസ്റ്റ് എവിഡൻസ് ലഭിച്ചിരിക്കുന്നത്. അത് മെഹർഗഡ് ഉണ്ട്, അതുപോലെ കിലിഗുൽ മുഹമ്മദ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഒപ്പം സെഡൻഡറി എന്നുള്ളൊരു വാക്ക് എപ്പോഴും ഓർത്ത് വെക്കുക. നെറ്റിനൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നൊമാഡിക് ആയിട്ടുള്ള ആളുകൾ, ഒരിടത്ത് സെറ്റിൽഡ് ആവാതെ ജീവിച്ചിരുന്ന ആളുകൾ, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല, അവർക്ക് അവരുടെ കൃഷിയെ പ്രൊട്ടക്ട് ചെയ്യണം. സോ അങ്ങനെയുള്ള ഒരു ലൈഫിൽ നിന്ന് അവർ സെറ്റിൽഡ്, സെഡൻഡറി എന്ന് പറയുന്നത് സെറ്റിൽഡ് എന്നാണ് മീനിങ്. സോ ഒരു സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതേ കാലഘട്ടത്തിലാണ്. പ്രീ പോട്രി നിയോലിത്തിക്, അതായത് പോട്രി ഇല്ലാതെ ആ ഒരു മുൻപേ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് പോട്രി നിയോലിത്തിക്കിലേക്ക്, അതിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ വൈൽഡ് ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ മറ്റ് പല കൾച്ചേഴ്സിനോടും ഇവർക്ക് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഓർണമെന്റ്സും മറ്റ് ഗുഡ്സും കാര്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവര് മറ്റ് കൾച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാകും. അല്ലാത്ത പക്ഷം ഒരിക്കലും അവരുണ്ടാക്കാത്ത ഒരു പ്രോഡക്റ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ മറ്റൊരു കൾച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഈ പോർഷൻ ഒന്ന് നിർത്തി, ഐ മീൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊരു കുറച്ച് ഭാഗം കൂടെ കവർ ചെയ്യാം. നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതിനുള്ള കുറച്ചുകൂടെയും ദൃഢമാക്കുന്ന തരത്തിൽ, ആ ഒരു പോയിന്റിനെ കൂടുതലായിട്ടും ദൃഢമാക്കുന്ന തരത്തിലുള്ള എവിഡൻസസ് ലഭിച്ചിരിക്കുന്നത് ഷെൽസ് കിട്ടിയിട്ടുണ്ട്. എവിടെ? കറാച്ചി, ഒമാൻ, മക്രാൻ അങ്ങനെയുള്ള കോസ്റ്റുകളിൽ നിന്നൊക്കെ, കോസ്റ്റൽ ഏരിയയിൽ നിന്ന് അത്തരം ഷെൽസും കാര്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നതിന്റെ ഒരു മീനിങ് എന്താ? ഒന്നാമത് കോസ്റ്റൽ ഏരിയയാണ്. സോ കോസ്റ്റൽ ഏരിയയിലാവുമ്പോൾ എന്താ അതിന് കൂടുതൽ മീനിങ് തരുന്നത്? ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് എന്ന് പറയുന്ന ഒരു സംഭവം നിയോലിത്തിക് പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് മെഹർഗഡില് മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഉണ്ടായിരുന്നതായിട്ട് ഈ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട്. പല സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഇൻക്ലൂഡിങ് ലാപ്പിസ് ലസൂലി പോലുള്ള സെമി പ്രഷ്യസ് സ്റ്റോൺസ് മെഹർഗഡിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ മീൻ ചെയ്യുന്നത് അവിടെ ഉണ്ടാവാത്ത, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു സാധനം അവിടെ ലഭിക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രേഡ് ഉണ്ട്, മറ്റ് സിവിലൈസേഷൻസോ കൾച്ചേഴ്സോ ആയിട്ടോ അവർക്ക് കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളതാണ്. മഡ് ബ്രിക്സ് ആണ് അവർ സ്വതവേ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് പ്ലാനോ കോൺവെക്സ് എന്ന് പറയും. മഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ സാധാ ബ്രിക്കിനൊന്നും ബൾജ് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ കുറച്ച് കോൺവെക്സ് ഷേപ്പിലേക്ക് വരുന്നതാണ് ഈ പ്ലാനോ കോൺവെക്സ് മഡ് ബ്രിക്സ് എന്ന് പറയുന്നത്.
മെഹർഗട്ടിൽ നിന്ന് 8 മീറ്റേഴ്സ് ഓഫ് ഒരു ഹാബിറ്റേഷൻ സൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു 8 മീറ്റർ നീളത്തില് ബറിയൽ പ്രാക്ടീസ് അടക്കം ഉണ്ട് ആ ഒരു സൈറ്റിന്റെ അടുത്ത്. ഓർണമെന്റ്സ്, സ്റ്റോൺ ടൂൾസ്, ഗോഡ്സിന്റെ റിമെയിൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ മെഹർഗട്ടിലെ സൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇത്രയും മതി നമുക്ക് ഇന്ന്. ഇനി നാളെ നമുക്ക് കാശ്മീർ നിയോളിത്തിക് സൈറ്റ്സിനെ കുറിച്ച്, ബർസഹോം, ചിരണ്ട് പോലുള്ള സൈറ്റിനെ കുറിച്ചൊക്കെ പറയാം. അതായിരിക്കും നന്നാവുക. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? മനസ്സിലാവുന്നുണ്ടോ ഇത്രയും പറഞ്ഞതൊക്കെ? ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. എന്താണ് അവസ്ഥ? എനിക്ക് നിങ്ങളത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്ലാരിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും വേണോ നമ്മൾ പറഞ്ഞ ഭാഗമായിട്ട്? മാം, ആ ഇയർ കണക്ക് കൂട്ടുന്ന ഒന്നുകൂടെ പറയോ? 5000 BC 7000 അങ്ങനെ ആയത്? അതായത് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാതെ ഇങ്ങനെ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കും, എങ്കിലും മനസ്സിലാവുമെന്ന് നോക്കാം. അതായത് BC 1 എന്ന് പറയുന്ന ഒരു ഡേറ്റ് വരുന്നു. ആ BC 1 എന്ന് പറയുന്ന വർഷം കഴിഞ്ഞാൽ പിന്നെ BC 0 ആണോ വരിക? അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. BC 1 കഴിഞ്ഞാല് വരുന്നത് AD 1 ആക്ച്വലി CE 1 വരും. അതങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ. അതെങ്ങനെ എഴുതുന്നൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ഹിസ്റ്ററിക്കാർക്ക് അത് അറിയില്ല. പക്ഷെ ഇപ്പം BC ആണെങ്കിൽ അത് താഴേക്കാണ് ആ പീരീഡ് വരുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് 5000 BC എന്ന് പറയുമ്പോൾ 5000 BC നമ്മൾ കുറയ്ക്കണം. അല്ല, 5000 BC നമ്മൾ എടുക്കുക. ഒപ്പം നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് 2025 അതിന്റെ കൂടെ 2025 കൂടെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അത്രയും വർഷം പഴക്കം കിട്ടും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ 3000 വർഷം മുൻപേ 3000 BC ഉണ്ടായത്. BC 3000 ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉള്ളത്. അതിനർത്ഥം അതിന് 3000 വർഷം പഴക്കം ഉണ്ട് എന്നല്ല. BC 3000 ആ 3000 ഒപ്പം നമ്മൾ ഇന്ന് ജീവിക്കുന്ന വർഷം എത്രയാണോ AD വരുന്നത് അഥവാ CE വരുന്നത്, ആ വർഷവും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് ആക്ച്വലി അതിന്റെ പഴക്കം വരിക. അതായത് BC എത്രയാണോ തന്നിരിക്കുന്നത് അതും പ്ലസ് AD എത്രയാണോ തന്നിരിക്കുന്നത് അതും കൂട്ടുമ്പോഴാണ് എക്സാക്ട്ലി അത് തമ്മിലുള്ള ഡിഫറൻസ് വരിക. കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലിൽ മനസ്സിലാവുമായിരിക്കും. വേറെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ശാഖ ഇറ തുടങ്ങിയിരിക്കുന്നത് AD 76 ശാഖ ഇറ ഇന്നത്തെ 2025 എത്ര വർഷം പിറകിലാണെന്ന് നമ്മൾ എങ്ങനെയാ കാണും? 2025 നിന്ന് AD 76 കുറച്ചാൽ മതി. കാരണം അത് രണ്ടും AD തന്നെ സംഭവിച്ച സംഭവമാണ്, അല്ലെ? പക്ഷെ ഇത് BC ആവുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി മാറും. അതായത് നെഗറ്റീവും നമ്മൾ കൂട്ടിയിട്ടാണ് അത് എത്രയാണെന്ന് കാണുന്നത്. അതേപോലെയൊക്കെ തന്നെയാണ് ഇത്. അതായത് ശാഖ ഇറ AD ആയതുകൊണ്ട് നമുക്ക് 2025 നിന്ന് കുറച്ചാൽ മതി, 76 കുറച്ചാൽ മതി. പക്ഷെ ഗുപ്ത ഇറ സ്റ്റാർട്ട് ചെയ്തത് 319 BC ആണ്. എന്റെ ഒരു ഓർമ്മയിൽ 319 അപ്പൊ ഗുപ്ത ഇറയ്ക്ക് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് 319 എന്ന് പറയാൻ പറ്റും? ഇല്ല. 319 BC ഒപ്പം നമ്മള് ഇപ്പോഴുള്ള 2025 കൂട്ടുമ്പോഴാണ് എക്സാക്ട്ലി ഗുപ്ത ഇറയുടെ കണക്ക് മനസ്സിലായത്. ഇത്രയും കുറച്ചെങ്കിലും മനസ്സിലായോ? ഓ മാം, മനസ്സിലായി. ഓക്കെ. ഞാനത് പറഞ്ഞു വീണ്ടും അത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ, അത് ഗ്രാജുവലി നമ്മുടെ PPT നമ്മൾ കണക്കൊക്കെ പറയുമ്പോൾ കുറെ മനസ്സിലാവുമായിരിക്കും. നമ്മൾ ഇപ്പോഴും BC തന്നെയാ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ AD കടക്കുമ്പോൾ കുറച്ചുകൂടി അത് മനസ്സിലാവും. നമ്മൾ ഗുപ്തയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു ഐഡിയ വരും. ഇനി എന്താണ് ഡൗട്ട്? അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ എന്തായാലും ഒരു പ്രശ്നമില്ല, ചോദിക്കാൻ. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരും.
എല്ലാവരും സ്റ്റോൺ ഏജ് കേട്ടിട്ട് ആകെ ഫ്രീസ് ആയി പോയോ? ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി നിയോളിത്തിക്കിന്റെ ബാക്കി പോർഷനും സ്റ്റോൺ ഏജിന്റെ ഒരു വൈൻഡപ്പും ദെൻ ചാൽക്കൊലിത്തിക് ഏജും സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തത് പോലെയൊക്കെ തന്നെയാണ് ഏകദേശം അത് വരിക. പക്ഷെ ചാൽക്കൊലിത്തിക് ആവുമ്പോഴേക്കും കുറച്ചുകൂടെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. നിങ്ങൾ പേടിക്കണ്ട. ഇന്നത്തേത് കണ്ടിട്ട് നിങ്ങൾ ആരും നാളെ വരാതിരിക്കരുത്. അത്രയും ടേംസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിലേക്കാണ് അത് വരിക. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട സൈറ്റ്സ്, ടൂൾസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. പാലിയോലിത്തിക്കും നിയോലിത്തിക്കിന്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ മെസോലിത്തിക് ദെൻ നിയോലിത്തിക്കിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർക്കുക. ഇത്രയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.